നമ്മളുടെ കഴിഞ്ഞ സീരീസിൽ NTA UGC NET പേപ്പർ 1-ൻ്റെ 10 മോഡ്യൂളുകളുടെ ഒരു അനാലിസിസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഓരോ മോഡ്യൂൾസിലെയും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഏരിയാസിൽ നിന്ന് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും നമ്മൾ ആ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഓരോ മോഡ്യൂൾസിനെ കുറിച്ചും ഉണ്ടാകും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആയാലും നെറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ സമയത്ത് അവർ പറയുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ്. നന്നായിട്ട് കോൺസെപ്റ്റുകൾ പഠിച്ചു, നന്നായിട്ട് ഏരിയാസ് എല്ലാം കവർ ചെയ്തു, പക്ഷെ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുമ്പോൾ അതിലൊരു സ്ട്രഗിൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏത് തന്നെ ആയാലും എസ്പെഷ്യലി നെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര കോൺസെപ്റ്റ് പഠിച്ചാലും ആ കോൺസെപ്റ്റുകളെ ഒരു ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഒരു ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതിൽ തന്നെ ഒരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. സോ നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എടുക്കും, അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ പരിശോധിക്കുന്നതായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്നെല്ലാമുള്ള ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ടച്ച് ചെയ്യും. നിങ്ങൾക്ക് ഈ 2 മോഡ്യൂൾസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഏരിയാസും ടച്ച് ചെയ്ത് പോകാൻ കഴിയുന്ന 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 മോഡ്യൂളുകളിൽ നിന്നുമായിട്ട് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു മുമ്പുള്ള സീരീസ് കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സോ നിങ്ങൾ ആ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും അനാലിസിസ് കണ്ടതിന് ശേഷം ഈ ഒരു സെഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് ഈ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So here you have the first question. അപ്പോൾ ക്വസ്റ്റൻ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? According to one paradigm of research, the following sequence is followed by the researchers. And you have ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. Theory, generation of hypothesis, data collection, data analysis and results, hypothesis confirmed or rejected, and finally revision of theory. അപ്പം ഇത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പ്രധാനപ്പെട്ട ഏരിയാസൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു സെഷൻ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കുമെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ ഏതാണ് എന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ ആ ഒരു ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തിരുന്ന ആൻസർ ഏതാണ് എന്നുള്ളതും എക്സ്പ്ലനേഷൻ വെച്ച് നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് വന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഈ സെഷനിലൂടെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സെഷൻ ഫുള്ളായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവും, ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസ് ആവും. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റൻ ഏത് ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ റിസർച്ചിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം അറിയാം. ഇത് അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നേക്കുന്നത് നോക്കിയേ. ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച്, ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്, ഇൻ്റർപ്രറ്റേറ്റീവ് അപ്രോച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് എന്താ? തിയറി, ജനറേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ് ആൻഡ് റിസൾട്ട്സ്, ഹൈപ്പോത്തസിസ് കൺഫേംഡ് ഓർ റിജക്റ്റഡ്, റിവിഷൻ ഓഫ് തിയറി. ഈ ഒരു സീക്വൻസ് ഫോളോ ചെയ്യുന്ന റിസർച്ചിൽ അപ്രോച്ച് ചെയ്ത് എന്നുള്ളതാണ് ഏത് പാരഡൈമിലാണ് നമ്മൾ ഇത്തരത്തിലൊരു സീക്വൻസ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഡിഡക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് അപ്രോച്ച് ടു റിസർച്ചിൻ്റെ സീക്വൻസ് എന്താണ് എന്നൊന്ന് നോക്കാം. സോ ഡിഡക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ എന്താ ചെയ്യാം? നമുക്കൊരു തിയറി ഉണ്ടാകും. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഫ്രം ജനറൽ ടു സ്പെസിഫിക്, അതാണ് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി. അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കൊരു തിയറി ഉണ്ടാവും, ആ തിയറിയിൽ നിന്ന് നിങ്ങളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു. ആ ഹൈപ്പോത്തസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ഒബ്സർവേഷൻസ് നിങ്ങൾ നടത്തുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ആ ഡേറ്റ കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക? ആ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പോത്തസിസ്
ഹൈപ്പോത്തസിസ് ശരിയാണോ അല്ലെങ്കിൽ കൺഫർമേഷൻ ആണോ, അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ഇനി നേരെ തിരിച്ച് ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണെങ്കിൽ എന്താണ് അതിനകത്ത് സംഭവിക്കുക? നിങ്ങൾക്കറിയാം, ഫ്രം സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആദ്യമേ ഒബ്സർവ് ചെയ്യണം. ഒരു സ്പെസിഫിക് കേസ് നമ്മൾ ഒബ്സർവ് ചെയ്തു, ആ ഒബ്സർവേഷനിൽ നിന്നാണ് നമ്മൾ ഫൈനലി ഒരു ജനറൽ തിയറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചസും എങ്ങനെയാണ് ഇതിനകത്ത് സീക്വൻസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫ്രം ജനറൽ ടു സ്പെസിഫിക് ഉണ്ട്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സീക്വൻസിനകത്ത് ആദ്യം തിയറിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. സോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഡിഡക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും. ഒബ്സർവേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ചിൻ്റെ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ചേ. നമുക്ക് ആദ്യം ഈ സീക്വൻസിൽ എന്താ കിടക്കുന്നത്? തിയറി. ആ തിയറിയിൽ നിന്നൊരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഡേറ്റ അനലൈസ് ചെയ്യുന്നു. ആ അനാലിസിസിൻ്റെ ബേസിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നു. ഈ റിസൾട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഹൈപ്പോത്തസിസിനെ കൺഫേം ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അതിനനുസരിച്ച് കൺഫർമേഷൻ ആണോ റിജക്ഷൻ ആണോ അതിനനുസരിച്ച് നമ്മൾ തിയറീനെ റിവൈസ് ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി തിയറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ജനറൽ കാര്യത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് എന്ത് തരത്തിലുള്ള അപ്രോച്ചാണ്? ദിസ് ഇസ് deductive approach, right? So the right answer for this question is option B. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാമല്ലോ നിങ്ങൾ ചെയ്ത ആൻസേഴ്സ് ശരിയാണോ തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും കൃത്യമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following features of research are associated with qualitative inquiring? അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതും അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള അപ്രോച്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞിരുന്നു, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് പറഞ്ഞിരുന്നു, അതുപോലെ പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം. ഈ 3 കാറ്റഗറി, ഈ 3 തരത്തിലും നിങ്ങൾ അപ്രോച്ചസിനെ പഠിക്കണം എന്നുള്ളത് നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് എൻക്വയറി അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ചേ. ആക്ച്വൽ സെറ്റിംഗ്സ് ആസ് ദി ഡിറക്റ്റ് സോഴ്സ് ഓഫ് ഡേറ്റ, ഡേറ്റ കളക്ഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്, കൺസേൺ വിത്ത് പ്രോസസ് റാദർ ദാൻ സിംപ്ലി വിത്ത് ഔട്ട്കംസ്, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ കോസസ് ഓഫ് ചേഞ്ചസ്, കൺസേൺ വിത്ത് വാട്ട് ആർ കോൾഡ് പാർട്ടിസിപ്പൻറ്റ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവ് എൻക്വയറിയുടെ അല്ലെങ്കിൽ എൻക്വയറിങ്ങിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. അപ്പോൾ നിങ്ങൾക്ക് ചില സെറ്റായിട്ട് തന്നിട്ടുണ്ട്. A, C and D only, A, C and E only, B, C and D only, C, D and E only. നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ആക്ച്വൽ സെറ്റിംഗ്സ് ഇസ് ദ ഡിറക്റ്റ് സോഴ്സ് ഓഫ് ഡേറ്റ, ഡേറ്റ കളക്ഷൻ അണ്ടർ കൺട്രോൾ കണ്ടീഷൻസ്, concerned with process rather than simply with outcomes, establishing relationships and explaining the causes of changes, concerned with what are called participant perspectives. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഏരിയ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 ഓപ്ഷൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ടു റിസർച്ച് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് പാരഡൈമുമായിട്ട് ബന്ധപ്പെട്ട് 3 ഓപ്ഷൻസ് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആക്ച്വൽ സെറ്റിംഗ്സ് ആസ് ദ ഡിറക്റ്റ് സോഴ്സ് ഓഫ് ഡേറ്റ, data collection under controlled conditions, concerned with process rather than simply with outcomes, establishing relationships and explaining the causes of changes, concerned with what are called participant perspectives. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്? ആക്ച്വൽ സെറ്റിംഗ്സ്. ശരിയായിട്ട് നമ്മൾ നേരിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാണ്. ആക്ച്വൽ സെറ്റിംഗ്സ് ആണ് നമ്മുടെ സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഡിറക്റ്റ്ലി നമ്മൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്നും ഇൻഫർമേഷൻസ് എടുക്കുകയാണ്. അത് ശരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആക്ച്വൽ സെറ്റിങ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ്. സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം ഈ ക്വസ്റ്റിന്. ഇനി
രണ്ടാമത്തെ നോക്കിയേ, ഡേറ്റ കളക്ഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. അപ്പോൾ ഈ ഡേറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഓപ്ഷൻസ് തന്നെയാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനകത്ത് ആക്ച്വൽ സെറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഒരു കൺട്രോൾഡ് കണ്ടീഷനിലാണ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഒരു കൺട്രോൾ കണ്ടീഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു കൺട്രോൾ കണ്ടീഷനിലാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം ക്വസ്റ്റ്യൻ ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ എ എടുത്തു, ബി കളയുന്നു. സി, കൺസേൺ വിത്ത് പ്രോസസ് റാദർ ദാൻ സിംപ്ലി വിത്ത് ഔട്ട്കംസ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പ്രോസസ്സ് വിശദീകരിക്കുകയാണ്, ചുമ്മാ നമ്മൾ അതിൻ്റെ റിസൾട്ട്സിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്താണ്, നമ്മൾ അതിനകത്തെ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിനോമിനയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, നമ്മൾ ആ പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനേക്കാളും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസൾട്ട്സിനെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, പ്രോസസ്സിനെ, അപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുക എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് ആ ഓപ്ഷനിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവിൽ നമുക്കറിയാം ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ വേർഡ്സിൻ്റെ ഫോമിലാണ് കൂടുതലെങ്കിൽ ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആയിരിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനൊക്കെ സ്കോപ്പുള്ള ആ രീതിയിലുള്ള റിസർച്ചുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യം എവിടെയാണ് വരിക, ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പം നിങ്ങൾക്ക് സിയും എടുക്കാം. ഇനി ഡി നോക്കിയേ, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ കോസസ് ഓഫ് ചേഞ്ചസ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു റിസർച്ചിൽ നിങ്ങൾ രണ്ട് വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുവാണ്. ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചേഞ്ചസിന് കാരണമാകുന്ന റീസൺസ് എന്തൊക്കെയാണ്, കോസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെയാണ് വരിക, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ എക്സ്പെരിമെൻ്റൽ എക്സ്പോസ് ഫാക്ടർ റിസർച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചാണ്. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ദാറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പാരഡൈം. അപ്പോൾ അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഈ നോക്കിക്കേ, കൺസേൺ വിത്ത് വാട്ട് ആർ കോൾഡ് പാർട്ടിസിപ്പൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ആ റിസർച്ചിലെ പാർട്ടിസിപ്പൻസ്, നമ്മൾ അതിനകത്ത് ആരെയാണോ ഒബ്സർവ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും, അവരുടെ പെർസ്പെക്റ്റീവ്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിസർച്ച്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരെ ഒബ്സർവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഏത് റിസർച്ചിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിറക്റ്റ് സോഴ്സ് ആണ്, ആക്ച്വൽ സെറ്റിംഗ്സ് ആണ് ഡിറക്റ്റ് സോഴ്സ് ഓഫ് ഡേറ്റ എങ്കിൽ ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. സോ എ നിങ്ങൾക്ക് എടുക്കാം. കൺസേൺ വിത്ത് പ്രോസസ് റാദർ ദാൻ സിംപ്ലി വിത്ത് ഔട്ട്കംസ്, സി നിങ്ങൾക്ക് എടുക്കാം, ഇയും എടുക്കാം. അപ്പം എ സി ഇ. സോ എ സി ഇ എന്ന് പറയുന്ന ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ ബി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അറിയായിരിക്കും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ഇൻഡക്റ്റീവ് എന്താണ്, ഡിഡക്റ്റീവ് എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പോയിന്റ്സ് അറിയായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു ക്വസ്റ്റൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു സ്ട്രഗിളുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സെഷൻ ഒരു ഹെൽപ്പായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, a teacher proposes to find out the effect of praise and encouragement during a teaching learning session based on Skinner's theory of reinforcement. What type of research will it belong to? And you have the options: fundamental research, evaluative research, action research and applied research. Okay. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ഏരിയാസൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് ഏത് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദിസ് ഈസ് ഫ്രം ടൈപ്സ് ഓഫ് റിസർച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചുകളുണ്ട്, അതിനെക്കുറിച്ചെല്ലാം ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം
എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ ഈസിലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A teacher proposes to find out the effect of praise and encouragement during a teaching learning session based on Skinner's theory of reinforcement. So basically നിങ്ങൾക്ക് ഇവിടെ ഒരു തിയറി ഉണ്ട്, Skinner's theory of reinforcement. ആ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പഠനം നടത്തുന്നത്. എന്താണ് ഈ ഒരു ടീച്ചറാണ് ഈ റിസർച്ച് നടത്തുന്നത്, ടീച്ചർ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? The research is basically or it focuses on the effect of praise and encouragement during a teaching learning session. Teaching learning sessionൽ praise and encouragementൻ്റെ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് പഠനം. പക്ഷേ ആ പഠനം എന്തിനെ ബേസ് ചെയ്തിരിക്കുകയാണ്? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്കിന്നേഴ്സ് തിയറി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ തിയറി നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലേ? നമുക്കൊരു തിയറി ഉണ്ട്, സ്കിന്നേഴ്സ് തിയറി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്. ആ തിയറീനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാണ്. ആ തിയറീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്, ഓക്കെ, പ്രൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു ടീച്ചിങ് ലേണിംഗ് സെഷനിൽ ഇഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ് ഒരു ടീച്ചിങ് ലേണിംഗ് സെഷനിൽ, അതാണ് നമ്മുടെ ഫോക്കസ്. ഇവിടെ എന്താ സംഭവിച്ചത്? യു ഹാവ് എ തിയറി, ആ തിയറീനെ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു. സോ നൗ യു ഗോട്ട് ദി ആൻസർ, റൈറ്റ്? അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാ? അപ്ലൈഡ് റിസർച്ച് എന്നുള്ളതാണ് ഇതിനകത്ത് ആൻസർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പല റിസർച്ച് ടൈപ്പുകളും നമുക്കിപ്പോൾ അറിയാം. നിങ്ങൾ എസ്പെഷ്യലി നമ്മളുടെ ഇൻട്രൊഡക്ടറി സെഷനിൽ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ ചെറുതായിട്ട് പഠിച്ചിരുന്നു. ഫണ്ടമെൻ്റൽ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും ആക്ഷൻ റിസർച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പുതിയ തിയറീസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റിസർച്ച്, റൈറ്റ്? ആക്ഷൻ റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ ടേംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ ടേം എന്ന് പറയുന്നത്. പിന്നെ അത് ഏത് ഫീൽഡിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഡ്യൂക്കേഷൻ സെക്ടറും അതുപോലെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമാണ്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതിനകത്തൊരു തിയറി ഉണ്ട്. ദാറ്റ് തിയറി ഈസ് അപ്ലൈഡ് ടു എ സ്പെസിഫിക് സിറ്റുവേഷൻ, അതിലേക്ക് അപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഈസ് അപ്ലൈഡ് റിസർച്ച്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ വരാറുണ്ട്. ബേസിക്കലി നമുക്ക് നന്നായിട്ട് കോൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്തൊരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു 4 ഓപ്ഷനിൽ നിന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആൻസർ അറിയാമെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആൻസർ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വരുന്നൊരു കാര്യം, ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 അറിയായിരിക്കും, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 നമുക്ക് കൺഫ്യൂസിങ് ആയാൽ അത് നമുക്ക് ആൻസർ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ഒരെണ്ണം അറിയാം മറ്റേതറിയാതെ ഒക്കെ വരുമ്പോൾ നമുക്കത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതൊരു പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ പറയുന്നത്? റിലയബിലിറ്റി ഈസ് എ നെസസറി ബട്ട് ഇൻസഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ വാലിഡിറ്റി ആസ്പെക്ട് ഓഫ് എ റിസർച്ച് ടൂൾ. Statement 2 says validity is threatened when a test measures only the construct it is designed to measure in a research. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം ഏരിയ അറിയാം, നമ്മൾ ഏരിയാസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണിപ്പോൾ. സോ നിങ്ങളിപ്പോൾ തന്നെ ഇതിൻ്റെ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ല റിസർച്ചിന് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. നമ്മൾ ഓൾറെഡി നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ഈ ഏരിയാസൊക്കെ ടച്ച് ചെയ്ത് പോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഓപ്ഷൻസ് വരിക? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ദെൻ യു ഹാവ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇതിന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 വായിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യനൊക്കെ വായിച്ചു, നിങ്ങൾ ആൻസറിലേക്ക് എത്തി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ? റിലയബിലിറ്റി ഈസ് എ നെസസറി ബട്ട് ഇൻസഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ വാലിഡിറ്റി ആസ്പെക്ട് ഓഫ് എ റിസർച്ച് ടൂൾ, അല്ലേ? അപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേ നമ്മൾ കൺസിസ്റ്റൻസി എന്നുള്ള വേർഡിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഓർക്കാം.
അതായത് നിങ്ങൾക്കൊരു റിസർച്ചിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് അതുപോലെ തന്നെ ആ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നുണ്ടോ. സോ കൺസിസ്റ്റൻസിയാണ് റിലയബിലിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാലിഡിറ്റിയിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുക? വാലിഡിറ്റിയിൽ നമ്മൾ നോക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ നമ്മൾ റിസർച്ചിൽ എന്താണോ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷർമെൻറ്റോട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ടെസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മെഷർ ചെയ്യുന്നുണ്ടോ, അതാണ് വാലിഡിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് എന്താ? റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഫ് യു കൺസിഡർ റിസർച്ച്, ഈ റിലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ദാറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ഫോർ അതിൻ്റെ വാലിഡിറ്റി, റിസർച്ചിൻ്റെ വാലിഡിറ്റീനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, ഇതൊരു വാലിഡ് റിസർച്ച് ആണോ എന്നുള്ളത് പറയാനായിട്ട് ഈ റിലയബിലിറ്റി ഒരു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് റിസർച്ച്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഒരു നല്ല റിസർച്ചിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഒരു റിസൾട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ആ റിസർച്ച് ആക്യുറേറ്റ് ആണ്, വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ റിസൾട്ട് നമുക്ക് കിട്ടാം. ചിലപ്പോൾ തെറ്റായിട്ടുള്ള റിസൾട്ട് നമ്മൾ 1-2 തവണ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാം. പക്ഷേ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ലായിരുന്നു, അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ സെയിം സാധനം നമുക്ക് കിട്ടുവാണ്. അപ്പം ഈ കൺസിസ്റ്റൻസി എന്നുള്ള സാധനമാണ് റിലയബിലിറ്റി. പക്ഷേ റിലയബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം എന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി ആക്യുറസിക്കുള്ള ഒരു ആക്യുറസിനെ കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ ആക്യുറസി ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു സഫീഷ്യൻ്റ് ആയിട്ടൊരു കണ്ടീഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ? വാലിഡിറ്റി ഇസ് ത്രെറ്റൻഡ് വെൻ എ ടെസ്റ്റ് മെഷേഴ്സ് ഓൺലി ദ കോൺസ്ട്രക്റ്റ് ഇറ്റ് ഇസ് ഡിസൈൻ ടു മെഷർ ഇൻ ദ റിസർച്ച്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഈ കോൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ടെസ്റ്റ് കൊണ്ട് എന്താണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ കോൺസ്ട്രക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ആ കോൺസ്ട്രക്റ്റിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാനായിട്ടിരുന്നത് ആ കാര്യം മാത്രമേ ഈ പറയുന്ന ടെസ്റ്റ് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാലിഡിറ്റി ത്രെട്ടൻ ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് റോങ് അല്ലേ? വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു ടെസ്റ്റ് ആണെങ്കിൽ ആ ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ആ കാര്യത്തെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ടോ, ആക്യുറേറ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ വാലിഡിറ്റിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ടെസ്റ്റ് ആ കോൺസ്ട്രക്റ്റ് എന്താണോ അത് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ എങ്കിൽ വാലിഡിറ്റി ത്രെട്ടൻ ചെയ്യപ്പെടുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് റോങ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല? 1 ശരിയാണ് എന്ന് ഞാൻ പറയുന്നു. റിലയബിലിറ്റി ഒരിക്കലും വാലിഡിറ്റീനെ നിങ്ങൾക്ക് ഇത് വാലിഡ് ആണ് എന്ന് പറയാനായിട്ടുള്ളൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല. വാലിഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എപ്പോഴും റിലയബിൾ ആയിരിക്കും. പക്ഷേ റിലയബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് എപ്പോഴും വാലിഡ് ആവണമെന്നില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ്. വാലിഡിറ്റി എന്നത് ആക്യുറസി ആണെന്ന് ഞാൻ പറഞ്ഞു. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിൽ കൺസിസ്റ്റൻസി ഉണ്ടാകും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്നില്ല. അതാണ് റിലയബിലിറ്റി. വാലിഡിറ്റി നമുക്ക് റിലയബിലിറ്റി എന്ന് പറയുന്നത് വാലിഡിറ്റിനെ സാധൂകരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ല. പക്ഷേ വാലിഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് എപ്പോഴും റിലയബിളും ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 is correct but statement 2 is incorrect. So statement 1 is correct and statement 2 is incorrect ആണെങ്കിൽ ഓപ്ഷൻ C ആണ് ആൻസർ. So the right answer for this question is option C. Moving to the next question. Which of the following sequences represents the most logical sequence in doing research? ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റൻ ആണ്? ദിസ് ഈസ് ഫ്രം സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കുറേ സീക്വൻസസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ലോജിക്കലായിട്ട് റിസർച്ചിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സിൻ്റെ ഏറ്റവും ലോജിക്കലായിട്ടുള്ള സീക്വൻസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. അപ്പോൾ നിങ്ങൾ ഈ സീക്വൻസസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ എന്താ പറയുന്നത്? ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് എ റിസർച്ച് പ്രോബ്ലം, formulating a hypothesis, testing of hypothesis and reporting the results. Option B. Identify a research problem, defining the population and sample, collecting data and analysis of data. Option C. Survey of research, defining the research problem, collecting data and presenting the outcomes. Option D. Defining research variables, hypothesizing, testing of research and reporting of research outcomes.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ സീക്വൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഒരു റിസർച്ചിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് എ റിസർച്ച് പ്രോബ്ലം, അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ആ 2 ഓപ്ഷൻസിൽ നിന്ന് ഇനിയും നിങ്ങൾ ആൻസറിലേക്ക് വന്നാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഡിഫൈൻ ചെയ്യുന്നു, പിന്നീട് എന്താ ചെയ്യേണ്ടത്, യു ഹാവ് ടു ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്. നിങ്ങൾ ആ ഇപ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിസർച്ച് പ്രോബ്ലത്തെ ബേസ് ചെയ്തുകൊണ്ട് യു നീഡ് ടു ഫോർമുലേറ്റ് എ ഹൈപ്പോത്തസിസ്, റൈറ്റ്? പിന്നീട് എന്താ ചെയ്യുക, ആ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതും ഡേറ്റ അനലൈസ് ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നിങ്ങൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യു ഹാവ് ടു ബ്രിങ് ഔട്ട് ദി റിസൾട്ട്, യു ഹാവ് ടു റിപ്പോർട്ട് ദി റിസൾട്ട്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ലോജിക്കലായിട്ടുള്ള സീക്വൻസ് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ? അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ. ഓൾ റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. When a research problem is related to heterogeneous population, the most suitable sampling method is? ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ദിസ് ഈസ് ഫ്രം സാമ്പിളിംഗ്, അല്ലേ? സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം എന്ന് ഞാൻ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അത് തരം തിരിച്ച് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഓരോന്നിനെക്കുറിച്ചും ഉണ്ടാവണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഉണ്ട്, ലോട്ടറി മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്ഷനും എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അനാലിസിസിൻ്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഏരിയാസൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻസർ ചെയ്ത് നോക്കുക ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത്. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ഫൈനൽ എക്സ്പ്ലനേഷന് ശേഷം ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് എത്ര എണ്ണം ശരിയാക്കാനായിട്ട് പറ്റി എന്നുള്ളത് നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തും കൂടെ നോക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ, നമുക്കൊരു ഹെട്രോജനസ് പോപ്പുലേഷൻ ആണുള്ളത് എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ അടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു അതൊരു ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹെട്രോജനസ് പോപ്പുലേഷനിൽ നിന്ന് കൃത്യമായൊരു സാമ്പിളിലേക്ക് എത്താനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ഹെട്രോജനസ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് ഈ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ നമുക്ക് വേണം, അല്ലേ? സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യണം. അവരിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ എന്ന് പറഞ്ഞ് നമ്മളൊരു റിസൾട്ടിലേക്ക് വരുമ്പോൾ ആ റിസൾട്ട് ഈ എൻ്റയർ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ അത് സെൻസിബിൾ അല്ലല്ലോ. അപ്പോൾ ആ ഒരു പോപ്പുലേഷനെ നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാമ്പിൾ ഇതിലേത് സാമ്പിളിംഗ് മെത്തേഡിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ക്വസ്റ്റ്യൻ ഹെട്രോജനസ് പോപ്പുലേഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഹെട്രോജനസ് പോപ്പുലേഷനിൽ നിന്ന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിൾ കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെട്രോജനസ് പോപ്പുലേഷൻ്റെ മാക്സിമം റെപ്രസെൻറ്റേഷൻ വരുന്ന ഒരു സാമ്പിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലൂടെയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. ഇത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ ഒരു ഡയഗ്രമാറ്റ്, ഒരു പിക്ചർ, ഒരു ഇമേജ് വെച്ചിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ ഇവിടെ തന്നിരിക്കുന്നത്, ഇതിനകത്ത് ശരിക്കും കുറേ ഷേപ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോപ്പുലേഷനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആദ്യത്തെ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെട്രോജനസ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനെ കാണിക്കാനായിട്ട് ഡിഫറെൻറ്റ് ഷേപ്സാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സർക്കിളുണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അതെന്താ, ഒരു പിക്ചറിലൂടെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു ഹെട്രോജനസ് പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷനിൽ പല തരത്തിലുള്ള ആൾക്കാർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണുള്ളത്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിലെ ആദ്യത്തെ പടി എന്താണ്, ഈ തന്നിരിക്കുന്ന പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സ്ട്രേറ്റാസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് സ്ട്രേറ്റാസ്. ഈ സ്ട്രേറ്റാസ് എന്താ, ഈ ഓരോ സ്റ്റേറ്റയും ഹോമോജിനസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഹെട്രോജിനസ് ആയിട്ടുള്ള ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഓരോ ബേസിസിലായിരിക്കും, ചിലപ്പോൾ ഏജിൻ്റെ ബേസിലായിരിക്കും നമ്മൾ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ജെൻഡറിൻ്റെ ബേസിലായിരിക്കും. എന്നാണോ ആ പഠനത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സ്ട്രേറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെട്രോജനസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നിന്ന് നിങ്ങൾ 3 സ്ട്രേറ്റ്, കാരണം ഇത് നിങ്ങൾക്ക് 3 ഷേപ്സ് ആണല്ലോ ഇതിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഹെട്രോജനസ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് നിങ്ങൾ 3 സ്ട്രേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ സ്ട്രേറ്റയിലുള്ള ആളുകളെല്ലാം
ഒരുപോലെയാണ്. അപ്പോൾ ഓരോ സ്ട്രേറ്റയും എന്താ ഹോമോജീനിയസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പോപ്പുലേഷൻ ഹെറ്ററോജീനിയസ് ആണെങ്കിലും നിങ്ങൾ ആ സ്ട്രേറ്റ് ആയിട്ട് തിരിക്കുമ്പോൾ ഒരുപോലെയുള്ള ആളുകളെ ആയിരിക്കും നിങ്ങൾ ഓരോ സ്ട്രേറ്റയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഓരോ സ്ട്രേറ്റയും എന്താണ് ഹോമോജീനിയസ് ആണ്. ഇനി നിങ്ങൾ ഫൈനൽ സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഈ ഓരോ സ്ട്രേറ്റയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ സാമ്പിളിലേക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നെടുത്തു, ഇവിടെ നിന്ന് ഒന്നെടുത്തു, ഇവിടെ നിന്ന് ഒന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഒരു സാമ്പിൾ, ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലാക്കാനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെറ്ററോജീനിയസ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനിൽ നിന്ന് സ്ട്രേറ്റ് ആയിട്ട് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹോമോജീനിയസ് ആയിട്ടുള്ള പല സ്ട്രേറ്റാസ് ഉണ്ടാവുന്നു. ആ ഓരോ സ്ട്രേറ്റയിൽ നിന്നും നിങ്ങൾ ഫൈനൽ സാമ്പിളിലേക്ക് ആളിനെ എടുക്കുക, അല്ലെങ്കിൽ ആ ഫൈനൽ സാമ്പിളിലേക്ക് നിങ്ങൾ സാമ്പിളിന് വേണ്ടി ആളുകളെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ വരുന്നൊരു പ്രത്യേകത എന്താ? നിങ്ങളുടെ ഫൈനൽ സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? ഈ ഫൈനൽ സാമ്പിൾ നിങ്ങൾ നോക്കിയേ, ഈ ഹെറ്ററോജീനിയസ് പോപ്പുലേഷനുള്ള സകലമാന ഷേപ്സും നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ സാമ്പിളിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ ആണിതെന്നുണ്ടെങ്കിൽ ആ ഹെറ്ററോജീനിയസ് പോപ്പുലേഷനിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം റെപ്രസെൻറ്റേഷൻ ഫൈനൽ സാമ്പിളിന് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷനെ നിങ്ങൾ സ്ട്രേറ്റാസ് ആയിട്ട് തിരിക്കുന്നു. ആ ഓരോ സ്ട്രേറ്റാസും ഹോമോജീനിയസ് ആണ്. ആ ഓരോ സ്ട്രേറ്റയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ സാമ്പിളിലേക്ക് ആളുകളെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫൈനൽ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഈ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാമ്പിൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹെറ്ററോജീനിയസ് പോപ്പുലേഷൻ എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് പോപ്പുലേഷനിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ മാക്സിമം റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആൻസറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതായിരിക്കും? ദാറ്റ് ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. ക്ലസ്റ്റർ സാമ്പിളിങ്ങും കൺവീനിയൻസ് സാമ്പിളിങ്ങും ഒക്കെ അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഓൾറെഡി അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും ഈ ഹെറ്ററോജീനിയസ് പോപ്പുലേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി. സോ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ് എന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, ഐഡൻറ്റിഫൈ ദ നോൺ പ്രോബബിലിറ്റി പ്രൊസീജിയേഴ്സ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് ആൻഡ് ഫൈനലി ഡൈമെൻഷണൽ സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ അനാലിസിസിൻ്റെ സമയത്ത് തന്നെ ഈ രണ്ട് കാറ്റഗറി, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതൊക്കെയാണ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് തരംതിരിച്ച് പഠിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ നോൺ പ്രോബബിലിറ്റി പ്രൊസീജിയേഴ്സ് ഫ്രം ദി ഫോളോയിങ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് നോൺ പ്രോബബിലിറ്റി ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. സ്നോബോളും ഡൈമെൻഷനലും എഗെയിൻ നോൺ പ്രോബബിലിറ്റി ആണ്. അപ്പം സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിങ്ങും പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നീക്സ് ആണ്, പ്രൊസീജിയേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ എലിമിനേറ്റ് ചെയ്യുക ആ രണ്ട് ഓപ്ഷൻസ്. ക്വാട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, ഡൈമെൻഷണൽ സാമ്പിളിംഗ്, ഇത് മൂന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടൈപ്സ് ആണ്. സോ ഓപ്ഷൻ 2, 4 and 5 ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. സോ ഓപ്ഷൻ 2, 4 and 5 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. ഓൾറൈറ്റ്, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Using an appropriate parametric test in a research project, the researcher finds evidence to reject the null hypothesis. In doing so, which type of error is likely? And you have the options alpha error, beta error, both alpha and beta error, neither alpha or beta error. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് ഓഫ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് എററും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അന്ന് പറഞ്ഞത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഒക്കെ ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 ആയിരിക്കും പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ. അത് നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ആൽഫ എറർ, ബീറ്റ എറർ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആദ്യം ഈ ടൈപ്സ് ഓഫ് എററിനകത്ത് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും എന്താണെന്ന് നോക്കാം. അതറിയാമെങ്കിൽ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അത്ര പാടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരും. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മാർക്ക് ദ ആൻസർ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതെന്താ സംഭവം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം
നമുക്ക് ഈ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ആ അനാലിസിസിൻ്റെ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അതൊന്ന് തറവാവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ അത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് എപ്പോഴും തിരിഞ്ഞു പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ എററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് നൾ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. അപ്പം ഈ H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസിനെ റിപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ നൾ ഹൈപ്പോത്തസിസ് ശരിക്കും നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നൾ ഹൈപ്പോത്തസിസിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ റിസർച്ച് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് നോക്കി ഇറ്റ് ഈസ് ടു ചലഞ്ച് ദ നൾ ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ് അതിൻ്റെ ആശയം. നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പ്രധാനമായിട്ടുള്ള ഏരിയാസ് ആയിട്ട് ഓൾറെഡി നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഓരോന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമുണ്ട്. ലെറ്റ്സ് സേ നിങ്ങളുടെ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. ട്രൂ ആയിരിക്കുന്ന നൾ ഹൈപ്പോത്തസിസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പഠനം നിങ്ങൾ കഴിഞ്ഞു, ആ പഠനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ആ ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ കുഴപ്പമൊന്നുമില്ല. അതൊരു നല്ല ഡിസിഷനാണ് അല്ലേ, കറക്റ്റ് ഡിസിഷനാണ്. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരുന്നു, സോ യു ഹാവ് അക്സെപ്റ്റഡ് ദാറ്റ് ഇസ് എ ഗുഡ് ഡിസിഷൻ, കറക്റ്റ് ഡിസിഷൻ, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നൾ ഹൈപ്പോത്തസിസ് ശരിയായിരുന്ന നൾ ഹൈപ്പോത്തസിസിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് പറ്റുന്ന ഒരു എററാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന എറർ, ടൈപ്സ് ഓഫ് എറർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നൾ ഹൈപ്പോത്തസിസ് ശരിയായിരുന്നു, പക്ഷേ നിങ്ങൾ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് റിജക്റ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അതായത് ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ. അതൊരു മിസ്റ്റേക്കാണ്, ഒരു എററാണല്ലേ. നിങ്ങളുടെ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരുന്നു, നിങ്ങളുടെ പഠനം നിങ്ങളുടെ അനാലിസിസിൻ്റെ ബേസ് ചെയ്തിട്ട് നൾ ഹൈപ്പോത്തസിസ് വാസ് ട്രൂ, പക്ഷെ നിങ്ങൾ അത് റിജക്റ്റ് ചെയ്തു. ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്താൽ ദാറ്റ് ഇസ് ടൈപ്പ് 1 എറർ. ഇനി വേറൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണ് എന്ന് വിചാരിക്കാം. ആ ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് ആയിരുന്നു, ഒബ്വിയസ്ലി യു ഹാവ് ടു റിജക്ട് ദാറ്റ്. നിങ്ങളത് ചെയ്തു, നോ പ്രോബ്ലം, ദാറ്റ് ഈസ് എ കറക്റ്റ് ഡിസിഷൻ. ഇനി ഈ ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ദാറ്റ് ഈസ് ടൈപ്പ് 2 എറർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്താൽ ദാറ്റ് ഇസ് ടൈപ്പ് 1 എറർ. ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്താൽ ദാറ്റ് ഇസ് ടൈപ്പ് 2 എറർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ ടൈപ്പ് 1 എറർ ഈസ് അസോസിയേറ്റഡ് വിത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ടൈപ്പ് 1 എറർ ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ ആൽഫ എറർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് 2 എറർ ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ ബീറ്റ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 എറർ എന്നുള്ളതിനെ നിങ്ങൾ ആൽഫ എററായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ടൈപ്പ് 2 എററിനെ ബീറ്റ എററായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എത്ര ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഈ രണ്ട് ടൈപ്സും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ആൽഫ എററും ബീറ്റ എററും എന്താണെന്നുള്ളതും ഓർത്ത് വയ്ക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നേ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് പാരാമെട്രിക് ടെസ്റ്റ് ഇൻ എ റിസർച്ച് പ്രോജക്റ്റ് ദ റിസർച്ചർ ഫൈൻഡ്സ് എവിഡൻസ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഇൻ ഡൂയിങ് സോ വിച്ച് ടൈപ്പ് ഓഫ് എറർ ഈസ് ലൈക്ലി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ചിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് പ്രോജക്റ്റിൽ ശരിക്കും അതിൻ്റെ എവിഡൻസ് പറയുന്ന എന്താണ്, അവർക്ക് കിട്ടിയിരിക്കുന്ന എവിഡൻസസ് അനുസരിച്ച് ശരിക്കും എന്താ സംഭവിക്കേണ്ടത്? ദ റിസർച്ചർ ഫൈൻഡ്സ് എവിഡൻസ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ത് കിട്ടിയത്, റിസർച്ചറിന് കിട്ടിയ കാര്യം. അപ്പോൾ ആ റിജക്റ്റ് ചെയ്ത സമയം, അല്ലെങ്കിൽ റിസർച്ചർ ഈ ഒരു റിസർച്ച് കഴിഞ്ഞതിന് ശേഷം ദ റിസർച്ചർ ഫൈൻഡ്സ് എവിഡൻസ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഇൻ ഡൂയിങ് സോ വിച്ച് ടൈപ്പ് ഓഫ് എറർ ഈസ് ലൈക്ലി. അതായത് റിസർച്ചർ ഈ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, പക്ഷേ അവിടെ ഒരു എറർ സംഭവിച്ചെന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു റിസർച്ചർ ഒരു നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു എറർ സംഭവിച്ചെങ്കിൽ അവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ശരിക്കും ആ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ളൊരു നൾ ഹൈപ്പോത്തസിസ് ആയിരുന്നു. ആ നൾ ഹൈപ്പോത്തസിനെയാണ് റിസർച്ചർ ഇവിടെ റിജക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാം. റിസർച്ചർ എന്താ തീരുമാനിച്ചത്? ഫൈനൽ ഡിസിഷൻ എന്തായിരുന്നു? നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ദ റിസർച്ചർ ഫൈൻഡ്സ് എവിഡൻസ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. പക്ഷെ അങ്ങനെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തപ്പോൾ ഈ റിസർച്ചറിന് ഒരു എറർ സംഭവിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോൾ എറർ സംഭവിക്കണമെങ്കിൽ ദാറ്റ് നൾ ഹൈപ്പോത്തസിസ് വാസ് ട്രൂ.
ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെയാണ് റിസർച്ചർ റിജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എറർ ഉണ്ടെന്ന് നമുക്ക് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ടൈപ്പ് 1 എറർ അല്ലേ. ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എററിനെ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽഫ എററുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ദ പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ, ഈ ഒരു ടൈപ്പ് 1 എറർ ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ ആൽഫ എറർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഇതൊന്നും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. കൃത്യമായിട്ട് ടൈപ്പ് 1 എന്താ ടൈപ്പ് 2 എന്താണെന്ന് അറിഞ്ഞാൽ മതി. ആൽഫയും ബീറ്റയും പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 എന്താണെന്ന് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കാം. അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ടു സെറ്റ്സ് ഗിവൻ ബിലോ ഇൻ വിച്ച് സെറ്റ് 1 മെൻഷൻസ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് സെറ്റ് 2 ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്നുള്ള ഏരിയ നമ്മൾ ഓൾറെഡി ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ട് പറഞ്ഞതാണ്. എന്താണ് ഈ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുമെന്ന് പറഞ്ഞു. നമുക്കൊരു റിസർച്ചിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയുടെ നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള സ്കെയിൽസ് ആണ് അല്ലെങ്കിൽ ഏത് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. പ്രോപ്പർട്ടീസ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓർഡർ, ഈക്വൽ യൂണിറ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് സീറോ, ക്ലാസിഫിക്കേഷൻ ഓർഡർ ആൻഡ് ഈക്വൽ യൂണിറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഡർ. ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഏരിയ ഞാൻ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ അനാലിസിസിൽ പറഞ്ഞതാണ്, എങ്കിലും ജസ്റ്റ് അതൊന്നും കൂടെ ഒന്ന് നമുക്ക് റീഫ്രഷ് ചെയ്യാം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് നിങ്ങളിപ്പോൾ തന്നെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവും. അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് 4 തരത്തിലുള്ള ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ആണുള്ളത്. യു ക്യാൻ കോൾ ഇറ്റ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് as വെൽ. അപ്പോൾ നമുക്ക് നോമിനൽ സ്കെയിലുണ്ട്, ഓർഡിനൽ സ്കെയിലുണ്ട്, ഇൻ്റർവൽ സ്കെയിലുണ്ട്, റേഷ്യോ സ്കെയിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, നോമിനൽ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് തരത്തിലുള്ള ഡേറ്റയ്ക്കാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന, നിങ്ങൾക്ക് നെയിം ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനാണ്. നമ്മൾ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ഹെയർ കളറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു നിങ്ങളുടെ റിസർച്ചിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡേറ്റ ആവശ്യമുണ്ട്. ഹെയർ കളർ, ഇപ്പോൾ ബ്ലാക്ക് ഹെയർ ഉള്ള ആളുകളെത്ര, അതുപോലെ ഗ്രേ നിറത്തിലുള്ള ഹെയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐസിൻ്റെ കളറിനെ വെച്ചിട്ട് അങ്ങനെയുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിക്കുക? ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ ഈ പറയുന്ന ഹെയർ കളറിൻ്റെ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹെയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ ഗ്രേ ഹെയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പല കാറ്റഗറീസ് ആയിട്ട് ആളുകളെ തിരിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഒരിക്കലും ബ്ലാക്ക് ഹെയർ ഗ്രേനേക്കാളും വലുതാണെന്നോ അല്ലെങ്കിൽ ഗ്രേ ഹെയർ ബ്ലാക്കിൻ്റെ അത്ര പോരെന്നോ ഒന്നും പറയാൻ പറ്റില്ല. യു ക്യാൻ ജസ്റ്റ് കാറ്റഗറൈസ് അല്ലേ. അങ്ങനെയുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോമിനൽ സ്കെയിലിനകത്ത് ഉൾപ്പെടുത്തുക. യു ക്യാൻ ജസ്റ്റ് കാറ്റഗറൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഓർഡിനൽ സ്കെയിൽ ആണെങ്കിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, യു ക്യാൻ കാറ്റഗറൈസ് ഇറ്റ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടും സാധിക്കുന്ന തരത്തിലുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഓർഡിനൽ സ്കെയിൽ. ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണ്, ഇപ്പം വെരി സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്കെയിൽ എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ അതിനൊന്ന് സീക്വൻസ് ചെയ്യുന്ന ഓർഡർ ചെയ്യാം അല്ലേ. വെരി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡിനേക്കാളും മേളിലുള്ള സാധനമാണ്, എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓർഡിനൽ. കാറ്റഗറൈസ് ചെയ്യാം, ഓർഡർ ചെയ്യാം. ഇനി ഇൻ്റർവൽ സ്കെയിൽ ആണെങ്കിൽ എന്താ, നെയിംഡ് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം, ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവൽസിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും. നമ്മൾ ടെമ്പറേച്ചർ ആയിരുന്നു ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്, 10 ഡിഗ്രി സെൽഷ്യസ് 20 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻ്റർവെല്ലുകളിൽ നിങ്ങൾക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഡേറ്റ ആണെങ്കിൽ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർവൽ സ്കെയിൽ. ആൻഡ് ഫൈനലി റേഷ്യോ സ്കെയിലിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉള്ള ഡേറ്റ ആണ്, പ്ലസ് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കാണും. നിങ്ങൾക്കൊരു അബ്സല്യൂട്ട് സീറോ ഉണ്ടാവും, ഒരു സീറോ വാല്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് -ഡിഗ്രി ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റ അല്ല. പക്ഷെ നിങ്ങൾ സ്പീഡ് എടുത്ത് നോക്കി യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം 0. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഒരു ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് റേഷ്യോ സ്കെയിൽ വരും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അനാലിസിസിൻ്റെ സമയത്ത് തന്നെ. അപ്പോൾ അത്രയും കാര്യം അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട്. ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഈ ഏരിയ പഠിച്ചവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. നോമിനൽ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഓർഡിനൽ സ്കെയിൽ ആണെങ്കിൽ എന്തൊക്കെ സാധിക്കും, ക്ലാസിഫൈ ചെയ്യാം, ഓർഡർ ചെയ്യാം. ഇൻ്റർവെൽ ആണെങ്കിൽ യു ക്യാൻ ക്ലാസിഫൈ, ഓർഡർ, അതോടൊപ്പം തന്നെ ഈക്വൽ യൂണിറ്റ്സ് ആയിട്ട് ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും.
റേഷ്യോ ആണെങ്കിൽ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. സോ എ എന്ന് പറയുന്നത് 3 ആണ്, ബി ഇസ് 4, സി ഇസ് 2 and D is 1. So നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. A3, B4, C2 and D1, that is option D. So the right answer for this question is option D. അടുത്ത question. Research ethics is of critical importance in which of the following areas? Select your answer from the code given below. അപ്പോൾ റിസർച്ച് എത്തിക്സ് നമ്മൾ ഓൾറെഡി ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ നമ്മുടെ അനാലിസിസിൽ പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മുടെ LMSലും അവൈലബിൾ ആണ്. അപ്പോൾ റിസർച്ച് എത്തിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ റിസർച്ചിൽ ഏതൊക്കെ ഏരിയാസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ് ഡേറ്റ കളക്ടിങ്, അതുപോലെ പ്രിപ്പയറിംഗ് എ സെമിനാർ പേപ്പർ, ഡേറ്റ അനാലിസിസ്, പാർട്ടിസിപ്പേഷൻ ഇൻ എ കോൺഫറൻസ്, റൈറ്റിംഗ് എ തീസിസ് ഓർ ഡിസർട്ടേഷൻ, സെലക്ടിംഗ് എ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് എത്തിക്സ് റെലവൻറ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ റിസർച്ചിൻ്റെ സ്റ്റെപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡേറ്റ കളക്ഷനും ഡേറ്റ അനാലിസിസും ഇതിനകത്ത് രണ്ടിനകത്തും ഈ പറയുന്ന പോലെ റിസർച്ച് എത്തിക്സ് വളരെ റെലവൻ്റ് ആണ്. കാരണം നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്തും ഡേറ്റ അനലൈസ് ചെയ്യുന്ന സമയത്തും ചില മാനിപ്പുലേഷൻസ് ഒക്കെ നമ്മളുടെ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്കോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ റിസർച്ച് എത്തിക്സ് ഇസ് വെരി റെലവൻറ്റ് ഇൻ ദോസ് ഏരിയാസ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എയും സിയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ബേസിക്കലി ഇതിനകത്ത് നിങ്ങൾ 3 ഓപ്ഷൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം എയും സിയും എന്തായാലും നിങ്ങൾക്ക് വരും. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പ്രിപ്പയറിംഗ് എ സെമിനാർ പേപ്പർ, പാർട്ടിസിപ്പേഷൻ ഇൻ എ കോൺഫറൻസ്, റൈറ്റിംഗ് എ തീസിസ് ഓർ ഡിസർട്ടേഷൻ, സെലക്ടിംഗ് എ റിസർച്ച് പ്രോബ്ലം. ആ 4 ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് റിസർച്ച് എത്തിക്സ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ്? റൈറ്റിംഗ് എ തീസിസ് ഓർ ഡിസർട്ടേഷൻ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എടുക്കാം? ACE എന്നുള്ള ഓപ്ഷൻസ് എടുക്കാം. ACE ഈസ് ഓപ്ഷൻ D. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ D. അപ്പോൾ ഈ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഏരിയാസിലാണ് റിസർച്ചിൻ്റെ സ്റ്റെപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ടുള്ളത് എന്നൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അത്യാവശ്യം എപ്പോഴും ഒരു സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊരു ഓർമ്മയിൽ വയ്ക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. In experimental research-based studies, the observations derived from which of the following variables are considered for statistical analysis? And you have the options independent variable, dependent variable, moderator variable and control variable. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചിരിക്കണം എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. അതിനകത്ത് തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും നെറ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആണ്. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ്? നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് ബേസ്ഡ് സ്റ്റഡിയിൽ ഇതിൽ ഏത് ഒബ്സർവേഷൻ, ഇത് തന്നിരിക്കുന്ന വേരിയബിൾസിലെ നിന്ന് ഏതിനകത്തും നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒബ്സർവേഷൻസ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെ കൺസിഡർ ചെയ്യുന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് അറിയാം. റേറ്റ് ഓഫ്, ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു ഇൻകവും റേറ്റ് ഓഫ് കൺസെപ്ഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നതെങ്കിൽ റേറ്റ് ഓഫ് കൺസെപ്ഷൻ ഇസ് ഡിപ്പെൻഡഡ് അപ്പോൺ ഇൻകം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റേറ്റ് ഓഫ് കൺസെപ്ഷൻ ഇരിക്കുക. അപ്പോൾ ആ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും, ഏതാണോ എന്തിലേക്കാണോ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് അതിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും വിളിക്കും. ഇതിനകത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇൻകവും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റേറ്റ് ഓഫ് കൺസെപ്ഷനുമാണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് കൺസെപ്ഷനിൽ വരുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഇൻകത്തിനനുസരിച്ച് റേറ്റ് ഓഫ് കൺസെപ്ഷനിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ദർ ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു എന്ന് പറയുന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? ഈ എക്സാമ്പിളിലാണെങ്കിൽ അത് റേറ്റ് ഓഫ് കൺസെപ്ഷൻ ആയിരിക്കും, ദാറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസ് പെർഫോം ഈക്വലി വെൽ ഇൻ എ ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് എ, and you have the options research hypothesis, null hypothesis, directional hypothesis and statistical hypothesis. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്.
മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസ് പെർഫോം ഈക്വലി വെൽ ഇൻ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഇത് എന്ത് തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നൾ ഹൈപ്പോത്തസിസ് ആണോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഡിറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രഡിക്ഷൻ ആണ്. ഇപ്പം നമ്മളൊരു റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം എന്തെങ്കിലും ഒരു ചേഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രഡിക്ഷൻ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഈ ഡിറക്ഷണൽ ഹൈപ്പോത്തസിസ്. എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ പറയുന്നതിനെയാണ് ഡിറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഡിറക്ഷണൽ ഹൈപ്പോത്തസിസിൻ്റെ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും അതുപോലെ നൾ ഹൈപ്പോത്തസിസും ഇത് രണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിൻ്റെ രണ്ട് ടൈപ്സ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസും അതുപോലെ റിസർച്ച് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്നൊക്കെ നമുക്ക് പറയാം. പ്രിൻസിപ്പൽ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്നൊക്കെ പല പേരുകളിൽ നമുക്ക് അതിനെ വിളിക്കാം. അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ രണ്ട് വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ വേരിയബിൾസ് തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, ദർ ഇസ് നോ ഡിഫറൻസ് എന്നാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തസിസ്. അവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് യുവർ റിസർച്ച് ഹൈപ്പോത്തസിസ്. ഇവിടെ നോക്കിയേ, മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസ് പെർഫോം ഈക്വലി വെൽ ഇൻ എ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മെയിൽ ഫീമെയിൽ സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അവർ രണ്ടുപേരും ഒരുപോലെ ഈക്വലായിട്ട് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ പറയുമ്പോൾ അതെന്തായിരിക്കും? ദാറ്റ് ഇസ് നൾ ഹൈപ്പോത്തസിസ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് മെയിൽ ഓർ ഫീമെയിൽ അവർ മറ്റവരെക്കാൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ അതെന്തായി മാറിയേനെ? റിസർച്ച് ഹൈപ്പോത്തസിസ് ആയി മാറിയത്. ദർ ഇസ് എ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റിനെ കാണേണ്ടത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്, ഇവിടെ ഒരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് നൾ ഹൈപ്പോത്തസിസ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. Next question, which of the following statements is true in the context of the testing of a hypothesis? And you have the options. It is only the alternative hypothesis that can be tested. It is only the null hypothesis that can be tested. Both the alternative and the null hypothesis can be tested. Both the alternative and the null hypothesis cannot be tested. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് നൾ ഹൈപ്പോത്തസിസും ഉണ്ട് അതുപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ട്. ഇതിനകത്ത് നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനെ ചലഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ റിസർച്ചിൽ ശ്രമിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്, നൾ ഹൈപ്പോത്തസിസിനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് ഓൺലി ദ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. അപ്പോൾ ഈ നൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ അത് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ സംഭവം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In qualitative research paradigm, which of the following features may be considered critical? അപ്പോൾ qualitative, quantitative researchനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കിയേ: ഡേറ്റ കളക്ഷൻ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് റിസർച്ച് ടൂൾസ്, സാമ്പിളിംഗ് ഡിസൈൻ വിത്ത് പ്രോബബിലിറ്റി സാമ്പിൾ ടെക്നിക്സ്, ഡേറ്റ കളക്ഷൻ വിത്ത് ബോട്ടം അപ്പ് എംപിരിക്കൽ എവിഡൻസസ്, ഡേറ്റ ഗ്യാതറിംഗ് ടു ടേക്ക് പ്ലേസ് വിത്ത് ടോപ്പ് ഡൗൺ സിസ്റ്റമാറ്റിക് എവിഡൻസസ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ അപ്രോച്ചുകൾ തന്നെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഓരോന്നിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന അപ്രോച്ചുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഓരോ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഡേറ്റ കളക്ഷൻ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് റിസർച്ച് ടൂൾസ്. ഈ സ്റ്റാൻഡർഡൈസ്ഡ് റിസർച്ച് ടൂൾസ് ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പാരഡൈമിലാണ്. ഇനി സാമ്പിളിംഗ് ഡിസൈൻ വിത്ത് പ്രോബബിലിറ്റി സാമ്പിൾ ടെക്നിക്സ്. നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ സാമ്പിളിംഗ് മെത്തേഡ്സിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് ഉപയോഗിക്കുക. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് എവിടെയാണ്? ക്വാണ്ടിറ്റേറ്റീവിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചാണ്. സോ ആ ഒരു ഓപ്ഷനും ഇതിനകത്ത് വരില്ല. ഇനി ഈ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ്, ഡേറ്റ കളക്ഷൻ വിത്ത് ബോട്ടം അപ്പ് എംപിരിക്കൽ എവിഡൻസസ്, ഡേറ്റ ഗ്യാതറിംഗ് ടു ടേക്ക് പ്ലേസ് വിത്ത് ടോപ്പ് ഡൗൺ സിസ്റ്റമാറ്റിക് എവിഡൻസസ്, ഇതിൽ നിന്ന് ഒരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ടോപ്പ് ഡൗൺ ആണോ ബോട്ടം അപ്പ് ആണോ നമ്മൾ
ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ അതിനൊന്ന് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അപ്രോച്ചുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് കൈൻഡ് ഓഫ് രീതിയിലാണ് നമ്മൾ ചെയ്യുക. എന്നുവെച്ചാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ചില സ്പെസിഫിക് കാര്യങ്ങളിൽ നിന്ന് ഒബ്സർവേഷൻസ് നമ്മൾ എടുക്കുന്നു, ദാറ്റ് ഈസ് ബോട്ടം അപ്പ്. അതിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ചില കൺക്ലൂഷൻസിലേക്ക് വരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ ആണ്, എന്ന് വെച്ചാൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു തിയറി നമുക്കുണ്ടാവും, അതിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് കാര്യത്തിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു, അതാണ് സംഭവിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടം അപ്പ് എംപിരിക്കൽ എവിഡൻസസ് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് കണക്ട് ചെയ്യാം. സോ ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് സി ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. With what name an attribute like height, weight or happiness that is measurable and that is assigned with changing values be called? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഇപ്പോൾ ഹൈറ്റ്, വെയ്റ്റ് അതുപോലെയുള്ള ആട്രിബ്യൂട്ട്സിനെ ഇതിൻ്റെ പ്രത്യേകത എന്താ, നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേരിയേഷൻസ് ഉള്ള ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ നിങ്ങൾക്ക് വേരിയേഷൻസ് കാണാൻ കഴിയുന്ന ആട്രിബ്യൂട്ട്സിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾസ്. ദാറ്റ് ഈസ് എ വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായവർക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഏരിയ ആണിത്. നമ്മുടെ ഇൻട്രൊഡക്ടറി സെഷനും അതുപോലെ നമ്മുടെ അനാലിസിസും കണ്ടവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനാണ്. നോക്കിയേ. ഫണ്ടമെൻ്റൽ റിസർച്ച് ഇസ് ഡിറക്റ്റഡ് അറ്റ് എക്സ്പ്ലോറിംഗ് ദി ആപ്ലിക്കബിലിറ്റി ഓഫ് ട്രൂത്ത്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. Statement 2 says action research aims at ameliorating the ongoing conditions and practices. രണ്ട് കീവേഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാം. ആപ്ലിക്കബിലിറ്റി ആൻഡ് അമിലിയോറേറ്റിംഗ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ടമെൻ്റൽ റിസർച്ചിനെ കുറിച്ചാണ്. അവിടെ ഒരിക്കലും ഈ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആപ്ലിക്കബിലിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് അപ്ലൈഡ് റിസർച്ച്, റൈറ്റ്? അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ചിൽ നമുക്ക് ഈ ആപ്ലിക്കബിലിറ്റി എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ അറിയാം the statement is wrong. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. ഈ അമിലിയറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കാര്യങ്ങൾ ബെറ്റർ ആക്കുക, ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ അമിലിയറേറ്റിംഗ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആക്ഷൻ റിസർച്ചിൻ്റെ ബേസിക് ഒരു ഗോൾ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്, റൈറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 is wrong but statement 2 is correct. Statement 1 is incorrect but statement 2 is correct. That is option D. So the right answer for this question is option D. അടുത്ത question. The study of why does stressful living result in heart attack can be classified as, and you have the options: descriptive research, explanatory research, correlational research, feasibility research. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു സ്റ്റഡീൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്താണ് പഠിക്കുന്നതെന്ന് തന്നിരിക്കുന്നത്, അത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ട കാര്യം. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് റിസർച്ച് എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഓരോ ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മുടെ LMS അവൈലബിൾ ആണ്. ബാക്കി നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രധാനപ്പെട്ട ടൈപ്സ് ഏതൊക്കെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ടൈപ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യം വൈ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ്. വൈ ഡസ് സ്ട്രെസ്ഫുൾ ലിവിങ് റിസൾട്ട് ഇൻ ഹാർട്ട് അറ്റാക്ക്? എന്തുകൊണ്ടാണ് സ്ട്രെസ്ഫുൾ ലിവിങ് ഹാർട്ട് അറ്റാക്കിൽ റിസൾട്ട് ചെയ്യുന്നത്? അപ്പോൾ അതൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. സോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്. വി ആർ ഗിവിംഗ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് ക്വസ്റ്റൻ, റൈറ്റ്? സോ വൈ എന്ന് കാണുമ്പോൾ തന്നെ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് ഓർക്കാം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. Moving to the next question. In case the population of research is heterogeneous in nature, which of the following sampling techniques will ensure optimum representativeness of sample units? See, ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റി കാണുമല്ലോ. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഹെട്രോജനസ് പോപ്പുലേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതുമാത്രമല്ല ഒപ്റ്റിമം റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് ദി പോപ്പുലേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ നിങ്ങൾക്ക് ഇപ്പം ഐഡൻറ്റിഫൈ ആവുന്നതേ ഉള്ളൂ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ് ഐഡിയ, ദിസ് കോൺസെപ്റ്റ് അല്ലേ? അപ്പോൾ ദ റൈറ്റ് ആൻസർ ഏതാ?
Stratified random sampling, option B. അടുത്തത് snowball sampling is the process of selecting a sample using. You have the options networks, groups, snowballs, computer programs. അപ്പോൾ ഈ snowball sampling എന്ന് പറയുന്നത് ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ റിസർച്ചറിൻ്റെ സാമ്പിളിലേക്ക് കുറച്ച് പേരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ആളുകൾ, ഈ റിസർച്ചർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആളുകൾ അവർക്കറിയുന്ന മറ്റു ചിലരെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ ഇതൊരു നെറ്റ്വർക്കാണ്. അതായത് നമ്മൾ കുറച്ച് പേരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവരുടെ കണക്ഷനുള്ള കുറച്ച് പേരെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ഫൈനലി ഒരു സാമ്പിൾ കിട്ടുന്നു. സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ ബേസ് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആളുകൾ നമ്മൾ എടുക്കുന്നു, അവർ ഓരോരുത്തരും അവരുടെ ഒരു നെറ്റ്വർക്കിൽ ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. സോ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതും. അപ്പോൾ ഏതായിരിക്കും ഉറപ്പായിട്ടും ആൻസർ? ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ A. Next question. At the stage of data analysis in which quantitative techniques have been used by a researcher, the evidence warrants the rejection of null hypothesis. Which of the following decisions of the researcher will be deemed appropriate? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. Rejecting the null hypothesis and also the substantive research hypothesis, rejecting the null hypothesis and accepting the substantive research hypothesis, rejecting the null hypothesis without taking any decision on the substantive research hypothesis, accepting the null hypothesis and rejecting the substantive research hypothesis. Substantive research hypothesis എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നിങ്ങൾ അധികം പോകണ്ട. അത് നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് റിസർച്ച് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ റിസർച്ച് ഹൈപ്പോത്തസിസിനൊക്കെ ഒരു അതിന് പകരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ളൊരു ടേമാണ്. അതെന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ LMSലെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പഠിക്കണം എന്നില്ല. ജസ്റ്റ് ഓർത്താൽ മതി. ഓൾട്ടർനേറ്റീവിന് പകരം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പലപ്പോഴും അവർ സബ്സ്റ്റാൻറ്റീവ് യൂസ് ചെയ്യാറുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ ആ ടേം കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഒരു ഏരിയയിൽ ഞാൻ ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിസർച്ച് നടന്ന സമയത്ത് ഡേറ്റ അനാലിസിസിൽ എന്താ സംഭവിക്കുന്നത്? ഈ എവിഡൻസ് അനുസരിച്ച് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാനാണ് ഡേറ്റ അനാലിസിസിൽ മനസ്സിലായതെങ്കിൽ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിജക്ഷൻ ഓഫ് നൾ ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് എവിഡൻസ് വാറൻറ്റ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അങ്ങനെയാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്താൽ വി ഹാവ് ടു അക്സെപ്റ്റ് ദി ഓൾട്ടർനേറ്റീവ് റിസർച്ച് ഹൈപ്പോത്തസിസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി മറിച്ച് നമ്മുടെ റിസർച്ചിൻ്റെ ഡേറ്റ അനാലിസിസ് നമ്മുടെ റിസൾട്ടിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എവിഡൻസിനനുസരിച്ച് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിജക്ട് ദി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി. അടുത്തത്, when results obtained in a research study can be extended to a group larger than the sample outside the context of study, it is called. And you have the options internal validity, functional relationship, external validity, hypothetical construct. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? നമ്മുടെ റിസർച്ച് സ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ നമ്മുടെ സാമ്പിളിന് വെളിയിലേക്ക്, അതായത് നമ്മുടെ സ്റ്റഡീൻ്റെ ഔട്ട്സൈഡ് ദ സ്റ്റഡിയുടെ വെളിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പം ഈ വാലിഡിറ്റിയിൽ തന്നെ നമുക്ക് പല ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഉണ്ട്, റിലയബിലിറ്റിയിലും ഉണ്ട്. അത് രണ്ടും പഠിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഏരിയാസ് ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വാലിഡിറ്റിയും റിലയബിലിറ്റിയും എന്താണെന്നറിയുക, ടൈപ്സ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ റിസർച്ച് സ്റ്റഡീൻ്റെ റിസൾട്ട് നമുക്ക് സാമ്പിളിൻ്റെ വെളിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഔട്ട്സൈഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സ്റ്റഡി ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ആ സാമ്പിളിന് വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു നമ്മുടെ റിസൾട്ടിനെ. സോ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ വാലിഡിറ്റി. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following features best describe an independent variable in research? അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് ഞാൻ ആഡ് ചെയ്തേക്കണേ. അപ്പോൾ ആ ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. ഇറ്റ് ഈസ് ദ കോസ് ഇൻ ദ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഇൻ ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഇസ് മാനിപ്പുലേറ്റഡ് ഇൻ ദ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, it is the variable which is placed under control, it is a kind of response variable. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് അവിടെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ ഇൻകവും റേറ്റ് ഓഫ് കൺസെപ്ഷനും ആണെന്നുണ്ടെങ്കിൽ ഇൻകം എങ്ങനെയാണ് റേറ്റ് ഓഫ് കൺസെപ്ഷനെ ബാധിക്കുന്നത്, എന്ത് ഇഫക്റ്റ് ആണ് ഇൻകത്തിന് റേറ്റ് ഓഫ് കൺസെപ്ഷനിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻകം ഇസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് ദി കോസ്, whereas rate of consumption is a dependent variable which is called as the effect. അങ്ങനെയാണെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിലെ കോസ് ആണ് നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നിങ്ങൾക്ക് എ എടുക്കാമല്ലോ, എ എടുക്കാം, ബി അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്, സോ അത് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഇസ് മാനിപ്പുലേറ്റഡ് ഇൻ എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, ഇറ്റ് ഇസ് ദ വേരിയബിൾ വിച്ച് ഇസ് പ്ലേസ്ഡ് അണ്ടർ കൺട്രോൾ, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റെസ്പോൺസ് വേരിയബിൾ. ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഈ 2 എണ്ണത്തിൽ നമ്മൾ ഒരെണ്ണം എടുത്തു, ഈ 3 എണ്ണത്തിലുള്ള കറക്റ്റ് ഏതാ? ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഇസ് മാനിപ്പുലേറ്റഡ് ഇൻ എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. നിങ്ങളുടെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വേരിയബിൾ ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞത്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ ഇൻകവും റേറ്റ് ഓഫ് കൺസെപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 10,000 രൂപ മാസം കിട്ടുന്ന ഒരു ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകളുടെ കൺസെപ്ഷൻ എങ്ങനെയാണ്, 25,000 ഉള്ള ആളുകൾ എങ്ങനെയാണ്, 50,000 എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഓപ്ഷൻ സിയും എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ എയും സിയുമാണ് നിങ്ങളുടെ ആൻസർ. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റൻ. ദ കൈൻഡ് ഓഫ് നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് represent amounts but instead represent kind, different qualities, type or categories are called as, and you have the options absolute, prime, nominal, ordinal. അപ്പോൾ ഈ തന്നിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റയുടെ ടൈപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഓൾറെഡി നമ്മൾ ഈ ഓരോ ഡേറ്റ, ഈ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റിലെ ഓരോ സ്കെയിൽസ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ത് തരത്തിലുള്ള ഡേറ്റേനെയാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്താ? നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദ കൈൻഡ് ഓഫ് നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് റെപ്രസെൻറ്റ് എമൗണ്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ല, ബട്ട് ദേ റെപ്രസെൻറ്റ് കൈൻഡ്, ദേ റെപ്രസെൻറ്റ് കാറ്റഗറീസ്. അപ്പം എമൗണ്ട്സ് അല്ലെങ്കിൽ നമുക്കൊരു ഓർഡർ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ബട്ട് വി ക്യാൻ കാറ്റഗറൈസ് ദം. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാനായിട്ട് സാധിക്കും എന്നാ ക്വസ്റ്റൻ? ദാറ്റ് ഈസ് നോമിനൽ. നോമിനൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. കാറ്റഗറീസ് അല്ലെങ്കിൽ ടൈപ്സ് ആയിട്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് nominal. So the right answer for this question is option C. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ റിസർച്ചിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് ഈ സെമിനാർ എന്താണ്, വർക്ക്ഷോപ്പ് എന്താണ്, അല്ലെങ്കിൽ കോൺഫറൻസ് എന്താണ്, സിംപോസിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണിത്. When academicians are called to deliver lecture or presentation to an audience on certain topics or a set of topics of educational nature, it is called ട്രെയിനിങ് പ്രോഗ്രാം, സെമിനാർ, വർക്ക്ഷോപ്പ്, സിംപോസിയം. അപ്പം അത്യാവശ്യം ഈ ഒരു കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോൺഫറൻസിലും സെമിനാറിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ when academicians are called to deliver lecture or presentation to an audience on certain topics or a set of topics of educational nature. അപ്പം ചില അക്കാഡമീഷ്യൻസ് വരുന്നു, അവർ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സിനെ കുറിച്ചുള്ള ലെക്ചേഴ്സ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ എന്താ വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ട്രെയിനിങ് പ്രോഗ്രാം, സെമിനാർ, വർക്ക്ഷോപ്പ്, സിംപോസിയം. സോ ഇത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റനുകൾ അല്ലേ? The right answer is option B. സെമിനാറിലാണ് ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷൻസും ലെക്ചേഴ്സും ഒക്കെ നടക്കുന്നത്. എസ്പെഷ്യലി എഡ്യൂക്കേഷണൽ നേച്ചറിലുള്ള ടോപ്പിക്സ് ആയിരിക്കും. അക്കാഡമീഷ്യൻസ് വരികയും ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യുകയും ഒക്കെ ചെയ്യും. സോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി സെമിനാർ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A university teacher administrates a self-made test for summative evaluation of his or her students. The distribution of scores of students is found to be positively skewed. What inference he or she should make about the difficulty level of the test? And you have the options:
The test is much too easy for students. The test is difficult for students. The test is quite interesting to students. The test is favoring those students who are low rankers. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഡേറ്റ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ അനാലിസിസിനൊക്കെ കീഴിൽ വരുന്ന ഏരിയ ആണ് ഡേറ്റ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്ന ഏരിയ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഡയഗ്രാംസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ നമ്മുടെ കളക്റ്റഡ് ഡേറ്റ ഒരു ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ദാറ്റ് ഗ്രാഫ് ലുക്സ്. അപ്പം ഈ ഒരു സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സിമിട്രി. എങ്ങനെയാണ് ഈ ഗ്രാഫിൻ്റെ സിമിട്രി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഷേപ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങളുടെ ഡേറ്റ സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഇനി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് സ്ക്യൂഡ് ആയിട്ടുള്ളതുമുണ്ട്, നെഗറ്റീവ് സ്ക്യൂഡും ഉണ്ട്. ഈ പോസിറ്റീവ് സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ്സ് സേ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളൊരു എക്സാം ഇട്ടെന്ന് വിചാരിക്കുക. ആ എക്സാമിൽ കൂടുതൽ കുട്ടികൾക്കും മാർക്ക് കുറവാണ്, നിങ്ങളുടെ ആ ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്കിനേക്കാളും കുറവാണ് അവരുടെ മാർക്കെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. കാരണം എന്താ? നിങ്ങളുടെ മീൻ ആവറേജ് വാല്യൂവിനേക്കാളും കുറവാണ് നിങ്ങളുടെ മീഡിയനും മോഡും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാം ഇട്ടിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ഗ്രാഫ് സ്ലൈറ്റ്ലി ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. റൈറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡിൽ ഇപ്പം നിങ്ങൾ ആ പരീക്ഷ ഇട്ട സമയത്ത് കൂടുതൽ കുട്ടികൾക്കും കുറഞ്ഞിട്ടുള്ള മാർക്കാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു ആവറേജിന് മേളിലേക്ക് മാർക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ഗ്രാഫിനെ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അതല്ല, ഈ പരീക്ഷയിട്ട് കൂടുതൽ കുട്ടികൾക്കും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്കുണ്ട്, കൂടുതൽ പേര് നല്ല സ്കോറിലേക്ക് വന്നെങ്കിൽ അത് ഇങ്ങനെ ഈ തരത്തിലൊരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആ ഡേറ്റ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആവറേജിനേക്കാളും കൂടുതൽ മാർക്സ് കൂടുതൽ ആളുകൾക്കുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചുരുക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കിത് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ എങ്ങനെ സാധിക്കും? ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ LMS നോട്ട്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അപ്പം ഞാൻ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇതെന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കൂടുതൽ കുട്ടികൾക്കൊരു ആവറേജ് തന്നെയാണ്, എല്ലാവർക്കും ഒരു ആവറേജ് റേഞ്ചിലാണ് മാർക്കെങ്കിൽ നിങ്ങൾക്കൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. കൂടുതൽ കുട്ടികൾക്കും മാർക്ക് കുറവാണ്, വളരെ ചുരുക്കം ആളുകൾക്ക് ആവറേജ് മാർക്കിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. നിങ്ങൾ ആ ഡേറ്റ കിട്ടിയിരിക്കുന്ന മാർക്കുകളുടെ ഡേറ്റ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുക. ഇനി അതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾക്കും ആവറേജിനേക്കാളും കൂടുതൽ മാർക്കുണ്ട്, കൂടുതൽ മാർക്കുള്ള ആളുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി ടു ദ റൈറ്റ് സൈഡ് ആൻഡ് ദാറ്റ് ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്കോറ് നിങ്ങൾ കൃത്യമായിട്ട് ആ സ്കോറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്തായിരിക്കും എന്നാ ക്വസ്റ്റ്യൻ. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന ഗ്രാഫിനെ വെച്ച് നമ്മൾ എന്താ പറഞ്ഞത്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കുറവാവാനാണ്, അല്ലേ, കുറവായിരിക്കും. അതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സാം കുറച്ച് ടഫായിരുന്നു. So the right answer for this question is option B. The test is difficult for students. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ ആ സ്ക്യൂനെസ്സിനെ കുറിച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പ്ലേജറിസം ഇൻ റിസർച്ചസ് ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ് creative use of previous data, copying unscrupulously and making use of it, quoting someone and citing him or her, and referring to previous data and working out it with new objectives. So plagiarism എന്താണ് എന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. യു നോ ദാറ്റ്, റൈറ്റ്? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ദ റൈറ്റ് ഡെഫിനേഷൻ? ഓപ്ഷൻ ബി, copying unscrupulously and making use of it. So the right answer for this question is option B. സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മോഡ്യൂളിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മോഡ്യൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം ടച്ച് ചെയ്ത് പോകുന്ന 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സോ നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ഏരിയ, ദാറ്റ് ഇസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഓൾറെഡി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. സോ ആ ഏരിയാസിൽ നിന്നെല്ലാമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു മോഡ്യൂളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഹിയർ യു ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
Which one of the following types of evaluation assesses the learning progress to provide continuous feedback to both teachers and students during instruction? And you have the options placement evaluation, formative evaluation, diagnostic evaluation and summative evaluation. അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റനും നിങ്ങൾക്ക് ഏതാണ് ആൻസർ എന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലനേഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏരിയാസ് പഠിച്ചു പോകാനായിട്ടും ഇത് തീർച്ചയായിട്ടും സഹായകരമാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചില കീ ടേംസ് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കീ ടേം എന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോഗ്രസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കീ ടേം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. അപ്പം ഇതിൻ്റെ ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇവാലുവേഷൻ ടൈപ്പ് ഏതാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണ്, ആ ഒരു ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അത് ഏത് പീരീഡിലാണ്, എപ്പോഴാണ് നടക്കുന്നത്, ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ആണോ അതോ ഒരു ഇൻസ്ട്രക്ഷന് മുമ്പാണോ ഇൻസ്ട്രക്ഷന് ശേഷമാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ആസ്പെക്ട് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ഇവാലുവേഷനാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. ബിഫോർ ദി ഇൻസ്ട്രക്ഷനാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ നടക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട് ആ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള നോളജ് ഉണ്ടോ, അതാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ നോക്കുക. ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ എന്താ മെയിൻ ഒരു എയിം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ആണ്. ഇപ്പോൾ ടീച്ചിങ് ലേണിങ്ങിലുള്ള പ്രോഗ്രസ്, ഇംപ്രൂവ്മെൻറ്റ് ഉദ്ദേശം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ ഈ ടീച്ചിങ് ലേണിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രോബ്ലംസിൻ്റെ കോസസ് എന്താണ്, അതിൻ്റെ റെമഡീസ് എന്താണ് ഡയഗ്നോസ് ചെയ്യുകയാണ് നമ്മൾ. അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുക. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷന് ശേഷം നമ്മൾ അവരുടെ എന്തുമാത്രമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, എന്തുമാത്രം പഠിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. കാരണം ക്വസ്റ്റിൽ നമുക്ക് ഇത് ലേണിംഗ് പ്രോഗ്രസ്സിനെയാണ് അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ദിസ് പെർട്ടിക്കുലർ ഇവാലുവേഷൻ ഹാപ്പൻസ് ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷൻ, അങ്ങനെയാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അടുത്തത്, at which of the following teaching levels classroom environment is required to be sufficiently open and independent? And you have the options memory level, understanding level, reflective level, autonomous development level. അപ്പോൾ ലെവൽസ് ഓഫ് ടീച്ചിങ് ലൈക്ക് ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മെമ്മറി ലെവലുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, റിഫ്ലക്റ്റീവ് ലെവലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഈ ക്വസ്റ്റ്യനിലേക്ക് പഠിച്ച പോയിന്റ്സിനെ അപ്ലൈ ചെയ്തിട്ട് വേണം ആൻസറിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പോയിന്റ്സ് ഇതിനകത്ത് ഓരോന്നും എന്ത് വരുന്നു എന്നുള്ളത് പഠിച്ചു വെച്ചാണ്. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അവർ എങ്ങനെ ചോദിക്കും എന്നുള്ളതും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, വളരെ ഡയറക്റ്റ് അല്ലാണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ട കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണിത്. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ടീച്ചിങ് ലെവൽസിൽ ഒരു ക്ലാസ് റൂം എൻവയൺമെൻറ്റ് ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് എന്നുള്ളതാണ്. ക്ലാസ് റൂം എൻവയൺമെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബി സഫിഷ്യൻ്റ്ലി ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു നമ്മൾ ലേണേഴ്സിന് അവരുടേതായിട്ടുള്ള ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അവർക്കൊരു സ്പേസ് ഉണ്ടാവണം, അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെ ഡിസ്കഷൻസ് നടത്താനും ഒക്കെ സാധിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് ക്ലാസ് റൂമിൽ ഉണ്ടാവണം. അത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണെന്നുള്ളതാണ് സിംപ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ റിഫ്ലക്റ്റീവ് ലെവൽ. ഇപ്പോൾ മെമ്മറി ലെവലാണെങ്കിൽ ഇതൊരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ലെവലാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവലാണെങ്കിൽ ടീച്ചറും ലേണറും അതിനകത്ത് ഇൻവോൾവ് ആണ്. പക്ഷേ ഒരു റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ അത് ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ്, ഒരു എൻവയൺമെൻറ്റ് ക്ലാസ് റൂമിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, from the following, identify those characteristics which go within the category helping behavior for becoming an effective teacher. അപ്പോൾ ഇത് ഹെൽപ്പിംഗ് ബിഹേവിയർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രക്ചറിങ്, സ്റ്റുഡൻറ്റ് സക്സസ് റേറ്റ്, യൂസിങ് സ്റ്റുഡൻറ്റ് ഐഡിയാസ്, പ്രോബിംഗ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി. അപ്പോൾ ഞാൻ ടീച്ചിങ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും കോൺസെപ്റ്റ്സും
പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ഏരിയ ആയിട്ട് അനാലിസിസിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കീ ബിഹേവിയേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ച് അങ്ങനെ ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ അല്ല. ബിക്കോസ് നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ട് 5 കീ ബിഹേവിയേഴ്സും 5 ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സും ഉണ്ട്. ഗ്യാരി ഡി ബോറിഷ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റാണ് ഇങ്ങനെ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് റിസർച്ച് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ആ 5 കീ ബിഹേവിയേഴ്സ് എന്തൊക്കെ, 5 ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സ് എന്തൊക്കെ ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ്, അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കീ ബിഹേവിയേഴ്സിനകത്ത് ഏതൊക്കെയാണ് വരിക? ലെസൺ ക്ലാരിറ്റി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ടീച്ചർ ടാസ്ക് ഓറിയൻറ്റേഷൻ, എൻഗേജ്മെൻറ്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്, സ്റ്റുഡൻറ്റ് സക്സസ് റേറ്റ്. അതുപോലെ ഹെൽപ്ഫുൾ ബിഹേവിയർ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ബിഹേവിയറിൽ ഏതൊക്കെ വരും? യൂസിങ് സ്റ്റുഡൻറ്റ് ഐഡിയാസ്, സ്ട്രക്ചറിങ്, ക്വസ്റ്റനിങ്, പ്രോബിങ്, ടീച്ചർ അഫക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഈ 2 കാറ്റഗറീസിലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളോട് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഹെൽപ്പിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സിലുള്ളത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് അതൊരു ഹെൽപ്ഫുൾ ബിഹേവിയർ ആണ്. സ്റ്റുഡൻറ്റ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു കീ ബിഹേവിയർ ആണ്. ദെൻ വി ഹാവ് യൂസിങ് സ്റ്റുഡൻറ്റ് ഐഡിയാസ്, അതൊരു ഹെൽപ്ഫുൾ ബിഹേവിയർ ആണ്. പ്രോബിംഗ് എന്ന് പറയുന്നത് ഒരു ഹെൽപ്ഫുൾ ബിഹേവിയർ ആണ്. ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി എന്ന് പറയുന്നത് ഒരു കീ ബിഹേവിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബിയും ഇയും എലിമിനേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ACD ഓപ്ഷനാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. സോ ACD ഇസ് ഓപ്ഷൻ D. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ D. അടുത്ത ക്വസ്റ്റ്യൻ. For use during teaching, from the list given below, identify questions that are process type rather than content type. ഇതും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് പറഞ്ഞിരുന്നതാണ്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ നിങ്ങൾ ആ ഏരിയ നമ്മുടെ അനാലിസിസ് കണ്ടതിന് ശേഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നൗ യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡൈവർജൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോസസ് ടൈപ്പും കോണ്ടന്റ് ടൈപ്പും ആയിട്ട് തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് പ്രോസസ് ടൈപ്പ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. അത് നല്ലതായിരിക്കും. ഇത് ഡൈവേർജൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ അറിയുന്നത് നന്നായിരിക്കും. പക്ഷേ നമ്മളൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം യൂഷ്വൽ കേസിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈപ്സ് തരും. അതിനെ പ്രോസസ് ടൈപ്പായിട്ടും അതുപോലെ തന്നെ കോണ്ടന്റ് ടൈപ്പായിട്ടും തരംതിരിച്ച് മനസ്സിലാക്കി ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ്, അതാണ് യൂഷ്വലി വരാറ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയ നോക്കാം. സോ ഈ കോണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഈ കോണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു സൂപ്പർഫിഷ്യൽ നോളജാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ഒരു ഫാക്റ്റ് ആയിരിക്കാം, ഇൻഫർമേഷൻ ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ നമ്മൾക്ക് ഉണ്ടോ, സ്റ്റുഡൻസിനുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളിലാണ് കോണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുക. ഒരു ഹയർ ലെവൽ, ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ റീസണിങ്ങോ അല്ലെങ്കിൽ ലെറ്റ്സ് സേ നമ്മളിങ്ങനെ ക്രിറ്റിക്കലി ഒക്കെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. സൂപ്പർഫിഷ്യൽ ആ കാര്യത്തെക്കുറിച്ച് ജനറൽ ഐഡിയ നമുക്കുണ്ടോ എന്നുള്ളതാണ് കോണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമുക്ക് ക്ലോസ്ഡ് എൻഡഡ് ഉണ്ട്, കൺവെർജൻ്റ് ഉണ്ട്, ലോവർ ഓർഡർ ഉണ്ട്, ഫാക്ട് ബേസ്ഡ് ഉണ്ട്, direct questions ഉണ്ട്. ഇനി on the other hand you have process based questions. ഈ process type questions അല്ലെങ്കിൽ process based questions നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സബ്ജക്റ്റിൽ എന്തുമാത്രം മാസ്റ്റർ ഉണ്ട്, എന്തുമാത്രം ഡീപ്പായിട്ട് നമുക്ക് സബ്ജക്റ്റ് അറിയാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ്, ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ സംഭവത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് കോമ്പണൻസ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് കാര്യങ്ങൾ തമ്മിൽ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവും പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചെക്ക് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ഏതാ? ഓപ്പൺ എൻഡഡ് ഉണ്ട്, ഡൈവർജൻറ്റ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്.
അപ്പം ഇത് ഓരോന്നും എന്താണെന്ന് ഞാനിപ്പം പറയുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ആണ് ബേസിക്കലി നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത്. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, പ്രോസസ് ടൈപ്പ് ഇതിൽ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഡൈവർജൻറ്റ് ക്വസ്റ്റ്യൻ, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രോസസ്സിനകത്ത് ഏതൊക്കെ വരും? ഡൈവർജൻറ്റ് ഒരു പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോസസ് ടൈപ്പിൽ എടുക്കാം. സോ എ, സി ആൻഡ് ഇ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. എ, സി ആൻഡ് ഇ ഈസ് ഓപ്ഷൻ എ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, in the spectrum of teaching methods given below, which are considered dialogic? ഈ ഡയലോജിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഇങ്ങനെ ഇൻറ്ററാക്ഷൻസ്, ഇങ്ങനെ നമ്മൾ ഡയലോഗ്സ് അല്ലെങ്കിൽ ടോക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി വരുന്ന മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെയാണ് നമ്മൾ ഈ ഡയലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഡയലോഗ്സ് അല്ലെങ്കിൽ ടോക്കിംഗ് എന്ന് പറയുന്ന സംസാരം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ നമ്മൾ ഡയലോജിക് ഇൻ നേച്ചർ എന്ന് പറയാറുണ്ട്. അപ്പം ഇത് ഒരു പരിധി വരെ ജനറൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് വായിച്ച മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പലതും നമുക്ക് അത്യാവശ്യം നമുക്കതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കിയേ, ലബോറട്ടറി വർക്ക്, ഡെമോൺസ്ട്രേഷൻ, ട്യൂട്ടോറിയൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രൊജക്ട് വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ ഡയലോജിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നിങ്ങളിപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ട്യൂട്ടോറിയൽസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിനകത്താണ് കൂടുതൽ ഈ സംസാരം, ടോക്കിംഗ് എന്ന് പറയുന്നത്. ഡയലോഗ്സിന് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് ഡയലോഗ്സ് വരുന്നത് ആ രണ്ട് ടൈപ്സ് ഓഫ് ടീച്ചിങ്ങിലാണ്, ആ രണ്ട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലാണ്. സോ സിയും ഡിയും നിങ്ങൾക്ക് എടുക്കാം. സോ സി ആൻഡ് ഡി ഇസ് ഓപ്ഷൻ എ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. ഓൾറൈറ്റ്. Another question, in the cognitive domain of teaching learning objectives, which will be categorized as higher type of learning outcomes? And you have the options: knowledge and comprehension, analysis of conceptual elements, application of acquired knowledge and skills, synthesis involving the creative organization of ideas, evaluation involving judgment using internal or external standards. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഏത് ഏരിയ എന്നാണ്? ഇറ്റ്സ് ഫ്രം ബ്ലൂംസ് ടാക്സോണമി. കോഗ്നിറ്റീവ് ഡൊമെയിനുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ ഹയർ ടൈപ്പ് ഓഫ് ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്ലൂംസ് ടാക്സോണമി ഒക്കെ പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഈസി ക്വസ്റ്റ്യൻ, അതറിയാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഡൊമെയിൻസിനെ കുറിച്ച് പറയുമ്പോൾ കോഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട്, അതുപോലെ സൈക്കോമോട്ടർ ഉണ്ട്. ഇതിനെല്ലാം ഇതിൻ്റേതായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടാക്സോണമീസ് നമ്മൾ പഠിച്ചിട്ടുള്ള അത് പ്രധാനമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ ഏരിയാസാണ്. കൃത്യമായിട്ട് അതിൻ്റെ ഓർഡർ, ആ ഹൈറാർക്കിക്കൽ ഓർഡർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ ഏരിയയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡൊമെയിനുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലൂംസ് ടാക്സോണമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് അതിനകത്തുള്ള ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. യു ഹാവ് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അപ്പോൾ ഇത് ഹൈറാർക്കിക്കൽ ഓർഡറിലാണ്. അപ്പോൾ കൃത്യമായിട്ട് സീക്വൻസ് പഠിക്കുക. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻസ് യൂഷ്വലി ഈ ഹൈറാർക്കിക്കൽ ഓർഡറിലാണ്, ഈ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സീക്വൻസ് കാണാതെ പഠിച്ചാൽ ചിലപ്പോൾ മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്നും കൂടെ പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയും ക്ലാസ്സസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഓർഡർ എന്തായാലും, ഈ ഹൈറാർക്കിക്കൽ ഓർഡർ, ഈ ഒരു സീക്വൻസ് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന കോഗ്നിറ്റീവ് ഡൊമെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിലെ ഹയർ ടൈപ്പ് ഓഫ് ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? knowledge and comprehension, analysis of conceptual elements, application of acquired knowledge and skills, synthesis involving the creative organization of ideas, evaluation involving judgment using internal or external standards. അപ്പോൾ കീ വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് ഇപ്പം ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആ ഒരു ഞാനൊരു സീക്വൻസ് ഹൈറാർക്കിക്കൽ ഓർഡർ നിങ്ങളിപ്പോൾ കാണിച്ചു. ആ കീ വേർഡ്സ് വെച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ഏതൊക്കെ വരും? നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്? യു ഹാവ് ബി, T and T. B, D, E എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the emphasis in memory level teaching is in which of the following? And you have the options:
organization of thoughts and ideas, seeing of relationships among facts, systematic presentations to enable quick reproduction, critical thinking, mastery of correct sequencing of facts, segregating one feature from another. So again ഈ ഒരു question ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഏരിയ എന്നാണ്, ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. സോ ഇതിനകത്ത് 3 ലെവൽസ് നമുക്കുണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ്. സോ മെമ്മറി ലെവലിൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഐ മീൻ ക്വസ്റ്റ്യൻ അതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ മെമ്മറി ലെവൽ എന്നുള്ളതിനെ റിലേറ്റ് ചെയ്യുന്ന ചില കീ ടേംസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നമുക്ക് കാര്യങ്ങൾ റീകോൾ, റിറ്റൻഷൻ, മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് മെമ്മറി ലെവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, ഒരു ഓർഡറിലാക്കുക, ഇതൊക്കെ മെമ്മറി ലെവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലേണിംഗ് ഔട്ട്കംസ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കിയാൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതും വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഓർഗനൈസേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെമ്മറി ലെവൽ. നമുക്കുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് മെമ്മറി ലെവലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണ്? സീയിങ് ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് ഫാക്ട്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് പറ്റുന്നൊരു ഓപ്ഷനാണ്. സി എന്താ പറഞ്ഞേക്കുന്നത്? സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻസ് ടു ഇനേബിൾ ക്വിക്ക് റീപ്രൊഡക്ഷൻ. ക്വിക്ക് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി മെമ്മറി ലെവലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ യു ക്യാൻ ടേക്ക് ദാറ്റ് ഓപ്ഷൻ. ദെൻ വി ഹാവ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഏത് ലെവലാണ്? റിഫ്ലക്റ്റീവ് ലെവലാണ്. അപ്പം അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. മാസ്റ്ററി ഓഫ് കറക്റ്റ് സീക്വൻസിങ് ഓഫ് ഫാക്ട്സ്. കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, സീക്വൻസ് ചെയ്യുക എന്നുള്ളത് മെമ്മറി ലെവലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ യു ക്യാൻ ടേക്ക് ഓപ്ഷൻ ഇ. സെഗ്രിഗേറ്റിംഗ് വൺ ഫീച്ചർ ഫ്രം അനദർ. ഒരു കാര്യത്തെ മറ്റൊന്നിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തമ്മിലുള്ള റിലേഷൻഷിപ്സ് മനസ്സിലാക്കുക, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ ഭാഗമാണ്. സോ യു ക്യാൻ സ്കിപ്പ് ദാറ്റ് ഓപ്ഷൻ ആസ് വെൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെമ്മറി ലെവലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? എ നിങ്ങൾക്ക് എടുക്കാം. ദെൻ യു ഹാവ് സി ആൻഡ് ഡി. So A, C and D ആണ് ഓപ്ഷൻസ്. A, C and D is option B. So the right answer is option B. അടുത്ത question. The compositional skills and creativity in presentation of students can be most effectively evaluated by which of the following test? അപ്പോൾ ടൈപ്സ് ഓഫ് ടെസ്റ്റും നമ്മൾ മെൻഷൻ ചെയ്തൊരു ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ ഇതും അത്യാവശ്യം ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നേക്കുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്, എസ്സേ ടൈപ്പ് ടെസ്റ്റ്, ഷോർട്ട് ആൻസർ ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ടെസ്റ്റ് ടൈപ്പാണ്. ബാക്കി 3 നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്താണെന്നറിയാം, എസ്സേ ടൈപ്പും ഷോർട്ട് ആൻസറും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇപ്പം നമ്മുടെ കോമ്പസിഷണൽ സ്കിൽസും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിലുള്ള ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ടെസ്റ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്രിയേറ്റിവിറ്റി അതുപോലെ കോമ്പസിഷണൽ സ്കിൽസ്, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസും നമ്മുടെ ക്രിയേറ്റിവിറ്റി, കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിലുള്ള ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ വളരെ ഈസിയാണ് അല്ലേ, ഓപ്ഷൻ ബി ആണ്. എസ്സേ ടൈപ്പ് ടെസ്റ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാവുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ അത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റ് ടീച്ചിങ്? ഇതും വളരെ ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കുക, മനസ്സിലാക്കുക, കൃത്യമായിട്ട് ആൻസർ ചൂസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് നിന്ന് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടീച്ചേഴ്സ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ലേണർ മോട്ടിവേഷൻ, ടീച്ചേഴ്സ് ബയോഗ്രഫിക്കൽ ഡേറ്റ, ടീച്ചേഴ്സ് സെൽഫ് എഫിക്കസി, ലേണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സ് സ്കിൽ ഇൻ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ്, ടീച്ചേഴ്സ് നോളജ് ഓഫ് ദി സബ്ജക്ട് ഇൻക്ലൂഡിംഗ് ജനറൽ നോളജ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി ടീച്ചിങ്ങും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരിക എന്നുള്ളത്. കറക്റ്റ് ആൻസേഴ്സ് തന്നെ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ കോമ്പിനേഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരിക, പല കോമ്പിനേഷൻസ് ആയിട്ടായിരിക്കും തരിക. അപ്പോൾ നമ്മളിങ്ങനെ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട്, ശരി ഉത്തരം പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും ഈ കോമ്പിനേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ ഇതിനാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു മാർഗ്ഗം എലിമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ആയിട്ട് വരാത്ത ചില ഓപ്ഷൻസ് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഓപ്ഷൻസ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക, അതിനെങ്ങനെ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ
ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ടീച്ചിങ്ങിന് റിലേറ്റഡ് ആയില്ലെങ്കിൽ ടീച്ചിങ്ങിനെ പ്രത്യേകിച്ച് ബാധിക്കാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്? ടീച്ചേഴ്സ് ബയോഗ്രഫിക്കൽ ഡേറ്റ, അതിന് പ്രത്യേകിച്ച് ടീച്ചിങ്ങും ആയിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ലേണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ലേണറിൻ്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള താല്പര്യം ടീച്ചിങ്ങിൽ ഡയറക്റ്റായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ 3ഉം 5ഉം എലിമിനേറ്റ് ചെയ്യാമല്ലോ, അത് 2 ഓപ്ഷൻസ് വരണ്ടല്ലോ. അപ്പോൾ 3ഉം 5ഉം ഉള്ള ഓപ്ഷൻസ് നിങ്ങൾ എടുക്കണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പം ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് 3 ഉണ്ട്, അത് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷൻ എന്തായാലും വരില്ല. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഓപ്ഷൻ വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നതായിരുന്നു ഓപ്ഷൻ 3 എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 1, ഓപ്ഷൻ എ എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? 1, 2, 4, 6 and 7. 1, 2 ഉണ്ട്, then you have 4 ടീച്ചേഴ്സ് സെൽഫ് എഫിക്കസി ഉണ്ട്, പിന്നെ ടീച്ചേഴ്സ് സ്കിൽ ഇൻ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് ഉണ്ട്, ടീച്ചേഴ്സ് നോളജ് ഓഫ് ദി സബ്ജക്ട് ഇൻക്ലൂഡിങ് ജനറൽ നോളജ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ 2 ഓപ്ഷൻസ് 3ഉം 5ഉം ഇവിടെ ഇല്ല. അപ്പോൾ ഇതൊരു നല്ല മെത്തേഡാണ്, ഇത് നല്ല സ്ട്രാറ്റജിയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് റൈറ്റ് ഓപ്ഷൻസ് ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കേണ്ട സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരാൻ. അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരുപാട് നമ്മളതിനകത്ത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് മനസ്സിലാക്കുന്നു, ആൻസർ എഴുതുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ICT ഫോർ ക്ലാസ് റൂം ടീച്ചിങ് ഈസ് ടു. അപ്പോൾ ഈ ICTയുടെ ഉപയോഗം നമ്മുടെ ടീച്ചിങ്ങിൽ എന്താണ് എന്നുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മോഡ്യൂളിലും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വരാറുള്ളൂ. ഇപ്പോൾ ഈ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ICT, ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ICTയുടെ ഉപയോഗം, അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ: മേക്ക് ദ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് ഇൻട്രസ്റ്റിംഗ്, ഡൈവേർട്ട് സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻ ദ ക്ലാസ്, കീപ് സ്റ്റുഡൻസ് എൻഗേജ്ഡ് ഇൻ ദ ക്ലാസ്, ഒപ്റ്റിമൈസ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ICTയുടെ ടീച്ചിങ്ങിലെ ഉപയോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ പർപ്പസ് എന്താണ്? ലേണിംഗ് ഔട്ട്കംസ് ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻ എടുക്കാം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. In the 2 sets given below, set 1 provides the different levels of teaching and learning, while set 2 gives their exemplars and concerns. Match the 2 sets and select from the code to indicate your answer. അപ്പോൾ നിങ്ങൾക്ക് 2 ബോക്സസ് ആണ് തന്നിരിക്കുന്നത്, 2 കോളംസ് ഉണ്ട്, സെറ്റ് 1 ആൻഡ് സെറ്റ് 2. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലെവൽസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് നിങ്ങളുടെ സെറ്റ് 1ൽ കൊടുത്തിരിക്കുന്നത്. സെറ്റ് 2ൽ അതിൻ്റെ എക്സാംപ്ലേഴ്സും അതോടൊപ്പം കൺസേൺസുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് പല രീതിയിൽ നമ്മൾ ചെയ്തു. 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. നമ്മുടെ അനാലിസിസിലും നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുകയും അതിൻ്റെ ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഇതാണ് നിങ്ങളുടെ സെറ്റ് 1. സെറ്റ് 2 എന്തൊക്കെയാണ്? എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് കോഗ്നിറ്റീവ് ഇന്റർചേഞ്ച്, പ്രൊട്ടക്ട്സ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ കൺസേൺസ്, ഫെസിലിറ്റേറ്റ്സ് റീകോളിംഗ് ആൻഡ് റെക്കഗ്നൈസിംഗ് ഓഫ് ഫാക്ട്സ്, എൻഹാൻസസ് സ്കോർ ഫോർ സീയിങ് ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് മീനിങ്സ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. സോ മെമ്മറി ലെവലിനെ നിങ്ങൾക്ക് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം? റീകോളിംഗ് ആൻഡ് റെക്കഗ്നൈസിംഗ് ഓഫ് ഫാക്ട്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യാം. സോ എ ഇസ് 3. then you have അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. സോ ബി ഇസ് ഫോർ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട കാര്യം എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ്, റൈറ്റ്? അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണെങ്കിൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 1 നിങ്ങൾക്ക് എടുക്കാം. എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് കോഗ്നിറ്റീവ് ഇന്റർചേഞ്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A3, B4 and C1. So A3, B4 and C1 is option C. So the right answer for this question is option C. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതും നിങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ പല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലായി, ഈ ഡിസ്കഷൻസ് നിങ്ങൾക്ക് എന്തുമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വെച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ. സോ ഈ രണ്ട് മാത്സ് ഫോളോയിങ് ക്വസ്റ്റനിൽ സെറ്റ് 1 നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഇവാലുവേഷൻ സിസ്റ്റമാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, നോം റെഫറൻസ് ടെസ്റ്റിംഗ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ്. സെറ്റ് 2 എന്താണ്? ദ ഡിസ്ക്രിപ്റ്റീവ് ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കമ്പയറിംഗ് ദ സ്റ്റുഡൻസ് പെർഫോമൻസ് വിത്ത് ദാറ്റ് ഓഫ് അതേഴ്സ്, ഇൻഡിക്കേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മാസ്റ്ററി, diagnosing students' problems, identifying scope for improvement, judging learning standard. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഇംപ്രൂവ്മെൻ്റ് എന്നുള്ള വേർഡ് കണ്ടാൽ ഉടനെ തന്നെ വിചാരിക്കുക ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ നിങ്ങളുടെ എ എന്ന് പറയുന്നത് 4 ആണെന്ന് മനസ്സിലായി. ഇനി സമ്മേറ്റീവ് ഇവാലുവേഷനിൽ നമ്മൾ എന്താ നോക്കുക? സമ്മേറ്റീവ് ഇവാലുവേഷൻ വി ആർ ജഡ്ജിങ് ദ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ നമ്മൾ ഒരു ഇയർ എൻഡിൽ ഒരു എക്സാം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ അവസാനം നമ്മളൊരു എക്സാം നടത്തുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പഠിച്ച കാര്യങ്ങൾ അവർക്ക് എന്തുമാത്രം മനസ്സിലായിട്ടുണ്ട്. വി ആർ ജഡ്ജിങ് ദ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്. അവരുടെ ലേണിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ അതിനകത്ത് ജഡ്ജ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് ബി എന്തായിട്ട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബി ഏതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 5. ഇനി നോം റെഫറൻസ് ടെസ്റ്റിങ്ങിലും ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിങ്ങിലും നമ്മൾ എന്താ നോക്കുക? അതിൻ്റെ ഡിഫറൻസ് എന്താ? നോം റെഫറൻസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നോം റെഫറൻസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ 50 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ 50 പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു റാങ്ക് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നോം റെഫറൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് കിട്ടിയ ആൾ ആ ക്ലാസ്സിലുള്ള ബാക്കി 49 പേരെക്കാളും നല്ല ഒരു മാർക്കിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് എ കമ്പാരിസൺ, റൈറ്റ്? അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഇവാലുവേഷൻ നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 1. കമ്പയറിംഗ് ദ സ്റ്റുഡൻസ് പെർഫോമൻസ് വിത്ത് ദാറ്റ് ഓഫ് others. അപ്പോൾ സി എന്ന് പറയുന്നത് 1 ആണ്. ദെൻ വി ഹാവ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ്. ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് കൃത്യമായിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ടാകും. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് ഈ കുട്ടികൾ അവർ ആ ഒരു ക്രൈറ്റീരിയ അവർ കൃത്യമായിട്ട് അവർക്കുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് അവർ ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം, അവരുടെ മാസ്റ്ററി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഡി നിങ്ങൾക്ക് ഏതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻഡിക്കേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മാസ്റ്ററി. ഒരു പെർട്ടിക്കുലർ കാര്യമായിരിക്കും ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് ഇവർ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ക്രൈറ്റീരിയനെ അവർക്ക് ഉണ്ട്, ആ ക്രൈറ്റീരിയയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് 2. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ഓപ്ഷനകത്തുള്ളത് ഡയഗ്നോസിങ് സ്റ്റുഡൻസ് പ്രോബ്ലംസ് ആണ്. സോ അത് എവിടെയായിരിക്കും വരിക? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലാണ് സ്റ്റുഡൻസിൻ്റെ ഈ ലേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഓപ്ഷൻ എക്സ്ട്രാ അവർ കൊടുത്തിരിക്കുന്നതാണ്. എനിവേ, അപ്പോൾ എ എന്ന് പറയുന്നത് ഏതാ? എ ഇസ് 4, B is 5, then you have C that is 1 and D is 2. So the right answer for this question is option A. Okay, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The construction of thought process which includes remembering, problem solving and decision making is called as. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ് നിൽക്കുന്നത്? ആൻഡ്രോഗോജി, സൈക്കോളജി, പെഡഗോജി ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? റിമെമ്പറിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് തോട്ട് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് റിമെമ്പറിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ റിമെമ്പറിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതുമായിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. റിമെമ്പറിങ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. സൈക്കോളജി എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ്രോഗോജി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് അഡൽട്ട് ലേണിംഗ്. അഡൽട്ട് ലേണേഴ്സിനെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അതിനെയാണ് നമ്മൾ ആൻഡ്രോഗോജി എന്ന് പറയുക. പെഡഗോജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ആൻഡ് ലേണിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ആസ് എൻ അക്കാഡമിക് സബ്ജക്ട് നമ്മൾ ടീച്ചിങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ വേരിയസ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ദാറ്റ് വി ആർ യൂസിങ്, ആ ഒരു ടേമാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പെഡഗോജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് അസോസിയേറ്റഡ് വിത്ത് ടീച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of the following educational objectives are considered to be of higher level in the affective domain of taxonomic scheme? So you have the options synthesis, characterization, analysis, organization and precision. അപ്പം ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഡിഫറെൻറ്റ് നമ്മുടെ ഡൊമെയിൻസ് ഉണ്ട്. നമുക്ക് കൊഗ്നിറ്റീവ് ഡൊമെയിൻ ഉണ്ട്, അഫക്റ്റീവ് ഡൊമെയിൻ ഉണ്ട്, സൈക്കോമോട്ടർ ഡൊമെയിൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ടാക്സോണമിക് സ്കീം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരുപാട് തവണ നമ്മൾ പല രീതിയിൽ അനാലിസിസിലും ഈ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ബ്ലൂംസ് ടാക്സോണമി കോഗ്നിറ്റീവ് ഡൊമെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദിസ് ഈസ് ഫ്രം അഫക്റ്റീവ് ഡൊമെയിൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഹയറാർക്കി പഠിച്ചിരിക്കുക. സോ ഇതാണ് അതിൻ്റെ ബേസിക് ഹയറാർക്കി എന്ന് പറയുന്നത്. യു ഹാവ് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ബേസിക്കലി നിങ്ങൾക്ക് ഈ സീക്വൻസ് അറിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആ ഹയറാർക്കിക്കൽ ഓർഡറിലായിരിക്കണം നിങ്ങൾ സ്ട്രെസ് ചെയ്യുക. ഞാൻ മറ്റേ ബ്ലൂംസ് ടാക്സോണമി ഫോർ കൊഗ്നിറ്റീവ് ഡൊമെയിൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതിൽ ഓരോന്ന് എന്താണെന്ന് അറിഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാണാതെ പഠിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താണെന്ന് ജസ്റ്റ് ഓരോന്നും എന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ദാറ്റ് വുഡ് ബി റിയലി ബെറ്റർ. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽ ക്ലാസ്സസൊക്കെ നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ആ ഒരു സീക്വൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. എന്നാലും ഓരോന്നും എന്താണ് എന്നറിഞ്ഞിരിക്കുന്നതും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഓർഡർ മനസ്സിലായല്ലോ. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. ഇനി ക്വസ്റ്റ്യനിൽ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് കൺസിഡേർഡ് ടു ബി ഓഫ് ഹൈ ലെവൽ ഇൻ ദ അഫക്റ്റീവ് ഡൊമെയിൻ ഓഫ് ടാക്സോണമിക് സ്കീം? നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഇൻ അഫക്റ്റീവ് ഡൊമെയിൻ അത് ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിൽ ഹയസ്റ്റ് ലെവലായിട്ട് നമുക്ക് അഫക്റ്റീവ് ഡൊമെയിനിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ എന്നുള്ളതാണ് question. So now you know that hierarchical order, right? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക? ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. സോ ബിയും ഡിയും ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. സോ ബിയും ഡിയും ഏതാണ്? ഓപ്ഷൻ സി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which will be the correct hierarchical sequencing for the following types of learning? Discrimination learning, signed learning, concept learning, problem solving learning and rule learning. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ചോദിച്ചിരിക്കുന്നത് ഗാനീസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട ടീച്ചിങ് ലേണിംഗ് തിയറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് എപ്പോഴും റെഗുലറായിട്ട് അങ്ങനെ ചോദിക്കാറുള്ള ടീച്ചിങ് ലേണിംഗ് തിയറീസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ ഗാനയുടെ 2 തിയറീസ് ഫോക്കസ് ചെയ്തിരുന്നു. റൈറ്റ്, ഹൈറാർക്കി ഓഫ് ലേണിംഗ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലെവൽസ് 9 ലെവൽസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഏരിയയെ നമ്മൾ ഗാനയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ദി ഏരിയ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ആ ഗാനയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ പഠിച്ചിട്ടുള്ളവർ ഇപ്പം തന്നെ ഓൾറെഡി ഇതിൻ്റെ സീക്വൻസ് കണ്ടെത്തിക്കാണ്. ഇതും ബേസിക്കലി ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ, ആ സീക്വൻസ് ആണ് പഠിക്കേണ്ടത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്തവർക്ക് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഓൾറെഡി അത് ആൻസർ ചെയ്തും കാണുമായിരിക്കും കറക്റ്റ് സീക്വൻസ് ചെയ്താന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സീക്വൻസ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ 8 ടൈപ്സ് ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ് ഗ്യാനെ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ, അതിൻ്റെ കോംപ്ലക്സിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് അദ്ദേഹം അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. സോ ഇത് ഓരോന്നും എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് ഈസ് വെരി നൈസ്. പക്ഷേ ക്വസ്റ്റ്യൻസ് കൂടുതലും ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ചോദിക്കാറുള്ളത്. ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനും ആ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് സീക്വൻസിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീക്വൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇതെല്ലാം ഓരോ ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. അതിൻ്റെ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി, അതിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ബേസിസിലാണ് ഈ ഹൈറാർക്കിക്കൽ ഓർഡർ ആയിട്ട് നമ്മളിതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക, ഏതായിരിക്കും ഇതിനകത്തൊരു കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്? ആദ്യം നിങ്ങൾക്ക് വരുന്ന ഏതാ?
സൈൻ ലേണിംഗ് ആയിരിക്കും. ദെൻ യു ഹാവ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഇപ്പോൾ സൈൻ ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് കഴിഞ്ഞാൽ പിന്നെ ഏത് വരണം? കോൺസെപ്റ്റ് ലേണിംഗ് വരും. ദെൻ യു ഹാവ് റൂൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. സോ BACED. BACED ആണ് നമ്മുടെ കറക്റ്റ് സീക്വൻസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഒബ്വിയസ്ലി ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an indicator of key behavior in effective teaching as evident from researches? And you have the options: teacher affect in developing teacher-learner relationship, engagement in learning by students, using student ideas and contributions, use of process and content questions during teaching. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കീ ബിഹേവിയേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ്, ഒരു ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള ഒരു ഏരിയയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം കീ ബിഹേവിയർ. അപ്പോൾ നമ്മൾ ആ കീ ബിഹേവിയേഴ്സ് 5 ഉണ്ട്, ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് 5 ഉണ്ടെന്ന് പറഞ്ഞു. ആ 5 എന്താണെന്ന് കൃത്യമായിട്ട് തരംതിരിച്ച് കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കീ ബിഹേവിയേഴ്സിൽ നമുക്ക് വരുന്ന ഏതൊക്കെയാണ്? ലെസൺ ക്ലാരിറ്റി ഉണ്ട്, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ഉണ്ട്, ടീച്ചർ ടാസ്ക് ഓറിയൻറ്റേഷൻ ഉണ്ട്, എൻഗേജ്മെൻറ്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ് ആൻഡ് സ്റ്റുഡൻറ്റ് സക്സസ് റേറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കീ ബിഹേവിയർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, എൻഗേജ്മെൻറ്റ് ഇൻ ലേണിംഗ് ബൈ സ്റ്റുഡൻസ്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി. അടുത്തത് ഇനി ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഇപ്പം ഗ്രാജുവലി നമുക്ക് നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലും ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അസേർഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫോർ എൻഷുറിംഗ് സക്സസ്ഫുൾ ടീച്ചിങ് ലേണിംഗ് സിസ്റ്റംസ് ബോത്ത് നോം റെഫറൻസ് ടെസ്റ്റിംഗ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോർ ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്കോർസ് ഹാവ് ടു ബി സിന്തസൈസ്ഡ്. And you have the reason: parents and educational administrators along with the students themselves need to know the status of accomplishment in terms of laid down criteria and related positions of the participants vis-a-vis that of others. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പം നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ എക്വിപ്ഡ് ആണ്. സോ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് ഫ്രം ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, റൈറ്റ്? ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടാസ്ക് ഇതിലേതൊക്കെ ശരിയാണ്, ഇത് ശരിയാണോ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ശരിയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന അസേർഷന് യോജിക്കുന്ന ഒരു റീസൺ ആണോ രണ്ടാമത് തന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ 2 ഘട്ടമായിട്ടായിരിക്കണം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യേണ്ടത്. ആദ്യം ഇത് ശരിയാണോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇറ്റ്സെൽഫ് ശരിയാണോ നോക്കുക. ശരിയാണെങ്കിൽ മാത്രമേ നമുക്കിത് റീസൺ ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ റീസൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇനി രണ്ടും ശരിയാണെങ്കിൽ റീസൺ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. റീസൺ ആണോ അല്ലയോ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ വായിച്ചതിന് ശേഷം ഓക്കെ ബിക്കോസ് ഇത് നിങ്ങൾക്ക് റീസൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് റീസൺ ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അസേർഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? നോം റെഫറൻസ് ടെസ്റ്റിങ്ങിനെയും ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിൽ ഈ 2 തരത്തിലുള്ള ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ ഇവാലുവേഷനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അസേർഷൻ പറയുന്നത്. ഓക്കെ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? കാരണം എന്താണ്, നമുക്കറിയാം നോം റെഫറൻസിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റി സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ അത് ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വെച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയയ്ക്ക് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു മാസ്റ്ററി, ആ ഒരു ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അവർ സബ്ജക്ട് മാസ്റ്ററി അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഫീൽഡിൽ എന്തുമാത്രം കാര്യങ്ങൾ അറിയാം, ആ ക്രൈറ്റീരിയ നമ്മൾ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള അനാലിസിസും തീർച്ചയായിട്ടും നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തിനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ അസേർഷനിൽ പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. റീസൺ എന്നാ പറഞ്ഞേക്കുന്നത്? റീസണിൽ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ പേരൻസ്, കുട്ടികളുടെ പേരൻസ് ആണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള ടീച്ചേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആസ് വെൽ ആസ് ദി സ്റ്റുഡൻസ്, ഇവരെ എല്ലാവരെയും കൺസിഡർ ചെയ്യുമ്പോഴത്തേനും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഒരു ഇവാലുവേഷനെ കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ
ഓരോ കുട്ടികളും അവർക്ക് വെച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പാർട്ടിസിപ്പൻസ്, ഒരു ക്ലാസ്സിലുള്ള ആളുകളാവാം, ഒരു ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ആളുകളാവാം, ആ പാർട്ടിസിപ്പൻസിനിടയിൽ അവരുടെ പൊസിഷൻ എന്താണ് എന്നറിയുന്നതും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് റീസൺ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോം റെഫറൻസിനും ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ഇവാലുവേഷനും എന്താണെന്ന് അറിയാമെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡെഫിനീഷനാണ് ഈ റീസണെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതെങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് റീസണിൽ പറഞ്ഞേക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും, ബോത്ത് ദി അസേർഷൻ ആൻഡ് ദി റീസൺ, രണ്ടും ശരിയാണ് എന്ന് മാത്രമല്ല റീസൺ ഇതിനെ സാധൂകരിക്കുന്നത്. അസേർഷന് പറ്റുന്ന ഒരു റീസൺ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ, both A and R are true and R is the correct explanation of A. So the right answer is option A. Next question. During teaching, when a teacher uses process questions, which of the following types will have dominance? And you have the options: direct questions, higher order questions, convergent questions, indirect questions and concept based questions. അപ്പോൾ ഈ സെയിം ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞു. പ്രോസസ് ടൈപ്പും ഉണ്ട്, അതോടൊപ്പം കോണ്ടന്റ് ടൈപ്പും ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതെന്താണെന്നും അതിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിനകത്ത് ഏതൊക്കെയാണ് പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അണ്ടറിൽ വരുന്നത്. അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, കൺവെർജന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം? ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് പ്രോസസ് ക്വസ്റ്റ്യൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ യു ഹാവ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും പ്രോസസ് ടൈപ്പാണ്, കോൺസെപ്റ്റ് ബേസ്ഡും പ്രോസസ് ടൈപ്പാണ്. സോ ബി ഡി ഇ ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ബി ഡി ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി. ബാക്കി ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കോണ്ടന്റ് ടൈപ്പ് അല്ലെങ്കിൽ കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇതിനകത്ത് തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് അണ്ടറിൽ ഇതിനകത്ത് ഏതൊക്കെ വരും എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൺവേർജന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് രണ്ടും ഏത് ടൈപ്പാണ്? നിങ്ങളുടെ കോണ്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, moving to the next question. Which of the two given options is of the level of understanding? Understanding ലെവലുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് ചോദിക്കുക, ഡിഫൈൻ നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഡിഫൈൻ നൗൺ ഇൻ യുവർ ഓൺ വേർഡ്സ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നേക്കുന്ന രണ്ടെണ്ണത്തിൽ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഈ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ പ്രത്യേകത എന്താ? കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം, കാര്യങ്ങൾ നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കാനും അത് നമ്മളുടേതായ രീതിയിൽ അവതരിപ്പിക്കാനും ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായാൽ മാത്രമേ നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ, നമ്മുടെ സ്വന്തം വേർഡ്സിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുക? ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ഇപ്പോൾ നൗൺ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ പഠിച്ചിട്ട് നൗൺ എന്താണെന്ന് അതിൻ്റെ ഡെഫിനീഷൻ പറയാം. ഒരു മെമ്മറി ലെവലിലൊക്കെയാണ് നമ്മൾ ഈ ഡെഫിനീഷൻ കാണാതെ പഠിച്ച് പറയുക എന്നുള്ളൊരു ഔട്ട്കം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ കാര്യം കാണാതെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ പറയുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക? only 2. ദാറ്റ് ഇസ് ഓപ്ഷൻ B. Next question. Which among the following best describes the emotional intelligence of learners? അപ്പം ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വായിച്ച ഓപ്ഷൻസ് മനസ്സിലാക്കി എഴുതാനായിട്ട് സാധിക്കും. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷൻ ഓഫ് അതർ പീപ്പിൾ ആൻഡ് യുവർ ഓൺ, എക്സ്പ്രസ് വൺ സെൽഫ് വെരി സ്ട്രോങ്ലി, being rational in thinking, adjusting one's emotion as per situation, being creative and open to criticism, accepting other people as they are. അപ്പോൾ നിങ്ങൾ ഒന്ന് വേഗം ക്വിക്കായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ലേണറിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്
പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് ഏതൊക്കെയാണ്, ഓപ്ഷൻസ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻ ഓഫ് അതർ പീപ്പിൾ ആൻഡ് യുവർ ഓൺ. അത് വരുന്നൊരു ഓപ്ഷനാണോ? തീർച്ചയായിട്ടും അതല്ലേ. നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മുടെയും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ഓപ്ഷൻ, എക്സ്പ്രസ് വൺ സെൽഫ് വെരി സ്ട്രോങ്ലി. അതൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണോ? എക്സ്പ്രസ് വൺ സെൽഫ് വെരി സ്ട്രോങ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ആരെയും കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ പറഞ്ഞാൽ അത് ചില സാഹചര്യങ്ങളിൽ മറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസിന് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളായി പോകും. അപ്പോൾ നമ്മൾ അതിനകത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു കൺസിഡർ ദ അതർ പേഴ്സൺ ആസ് വെൽ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് eliminate ചെയ്യാം. Then you have option C, being rational in thinking. റാഷണൽ തിങ്കിങ്ങും ഇമോഷണൽ ഇൻ്റലിജൻസും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല അല്ലേ. റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ റീസണിങ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബിയും സിയും കളയാമെന്ന് പറഞ്ഞു. ഇനി ബി നോക്കിക്കേ, അഡ്ജസ്റ്റിംഗ് വൺസ് ഇമോഷൻ ആസ് പെർ സിറ്റുവേഷൻ. ദാറ്റ് ഈസ് റൈറ്റ്. അത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്ത് സിറ്റുവേഷനിലായിരിക്കുന്നോ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ യു ക്യാൻ ടേക്ക് ദാറ്റ് ഓപ്ഷൻ. ദെൻ ബീങ് ക്രിയേറ്റീവ് ആൻഡ് ഓപ്പൺ ടു ക്രിറ്റിസിസം. ഈ ക്രിയേറ്റീവ് ആവുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ടു ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന ക്രിയേറ്റീവ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആക്ച്വലി 3 ഓപ്ഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ 3 ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻസ് എടുക്കണം. അപ്പം ഈ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇമോഷണൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അത്ര ഒരു ഒന്നിച്ച് പോകുന്ന ഓപ്ഷൻസ് അല്ല. ദെൻ യു ഹാവ് അക്സെപ്റ്റിംഗ് അതർ പീപ്പിൾ ആസ് ദേ ആർ. അത് നിങ്ങൾക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് പറയാവുന്ന കാര്യമാണ്. മറ്റുള്ളവർ അവരായിരിക്കുന്ന പോലെ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ വീക്ക്നെസ്സസും അവരുടെ സ്ട്രെങ്സും ഒക്കെ മനസ്സിലാക്കി അവരെ കൺസിഡർ ചെയ്യുക എന്നുള്ളതും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് പറയാം. സോ ഓപ്ഷൻ എ, അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷൻ ഓഫ് അതർ പീപ്പിൾ ആൻഡ് യുവർ ഓൺ. അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റിംഗ് വൺസ് ഇമോഷൻ ആസ് പെർ സിറ്റുവേഷൻ, അക്സെപ്റ്റിംഗ് അതർ പീപ്പിൾ ആസ് ദേ ആർ. സോ എ, ഡി ആൻഡ് എഫ്. എ, ഡി ആൻഡ് എഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. അപ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കുക, നിങ്ങളിങ്ങനെ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് അതിൻ്റെ റൈറ്റ് കോമ്പിനേഷനിലേക്ക് നിങ്ങൾ വരിക. എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരുന്ന ആ സ്ട്രാറ്റജി ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ഓഫ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗ് ദാറ്റ് ഫോക്കസസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ഹൗ ടു ലേൺ ഇസ് നോൺ ആസ്. നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എപ്പിസ്റ്റമോളജി, ആൻഡ്രഗോജി, പെഡഗോജി ആൻഡ് ഹ്യൂറഗോജി. അപ്പോൾ ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇത് ഒരു ടേമിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ. അത് ഫീൽഡ് ഓഫ് സ്റ്റഡി ഓഫ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗ്. സെൽഫ് ലേണിംഗ് അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ടേം ഏത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ആൻഡ്രഗോജിയും പെഡഗോജിയും മറ്റൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞത് ദ ടേം വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് നോളജ്, ദ സ്റ്റഡി ഓഫ് നോളജ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഓപ്ഷൻ എന്തായാലും ഇതിനകത്ത് വരത്തില്ല. സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗ് എന്നുള്ളത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. സോ ഹ്യൂറഗോജിയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേമിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡെഫിനേഷനാണ് ക്വസ്റ്റിനകത്തുള്ളത്. അപ്പോൾ ഈ സെൽഫ് ലേണിംഗ്, സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഹ്യൂറഗോജി ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the term used to refer to the variety of ways in which teachers and others help or support learners to move beyond their current level of understanding by giving them cues, suggestions or even direct guidance at appropriate moments in their investigations or activities is known as. And you have the options scaffolding, cognition, റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് മെറ്റകോഗ്നിഷൻ. അപ്പം ഇതും നിങ്ങൾക്ക് ഈ ഒരു ടേം എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ടേമിൻ്റെ ഒരു ഡെഫിനേഷൻ അത് തന്നേക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് വേസ് ഇൻ വിച്ച് ടീച്ചേഴ്സ് ആൻഡ് അതേഴ്സ് ഹെൽപ്പ് ഓർ സപ്പോർട്ട് ലേണേഴ്സ് ടു മൂവ് ബിയോണ്ട് ദെയർ കറൻറ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലേണറിൻ്റെ അവരുടെ ഇപ്പോഴുള്ള അവരുടെ കറൻറ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും അവരെ
അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടുന്നൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ടേം എന്താണ്? അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം. ഗിവിങ് ദം ക്യൂസ്, സജഷൻസ് ഓർ ഈവൻ ഡയറക്റ്റ് ഗൈഡൻസ്, ഇങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിച്ച് അവരുടെ കറൻറ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് അവരെ ഒരു പടിയും കൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന ടേം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ടേം നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടോ വായിച്ചിട്ടോ ഒക്കെ ഉണ്ടാവും. സോ ദ ടേം ദാറ്റ് ഈസ് റെഫേർഡ് ഇൻ ദ ക്വസ്റ്റൻ ഇസ് സ്കെഫോൾഡിംഗ്. സ്കെഫോൾഡിംഗ് എന്ന് പറയുന്ന ടേമിന് ഉള്ള ഒരു ഡെഫിനേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസും കുറച്ച് ഓർത്ത് വയ്ക്കുക. എസ്പെഷ്യലി ചില തിയറീസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേംസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ടീച്ചിങ്ങിൻ്റെ ഒരു ഫീൽഡിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. Reflective level teaching is different from memory level teaching because the pattern of communication that is involved in reflective level teaching is basically. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ആണ്, നമ്മളുടെ ടീച്ചിങ്ങും കമ്മ്യൂണിക്കേഷനും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനകത്ത് വന്നിരിക്കുന്ന ലീനിയർ, ബോട്ടം അപ്പ്, ഇൻ്ററാക്ഷണൽ, ട്രാൻസാക്ഷണൽ, ഇങ്ങനെ പല ടൈപ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം എൻവയൺമെൻറ്റിൽ എസ്പെഷ്യലി റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്തായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇതിനകത്ത് അവർ അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് എന്താ, മെമ്മറി ലെവലിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ടീച്ചിങ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് മെമ്മറി ലെവൽ. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റീവ് ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ക്ലാസ് റൂം ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് എപ്പോഴും ട്രാൻസാക്ഷണൽ ആയിരിക്കും. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു സെൻഡർ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് റിസീവ് ചെയ്യുന്നു, അങ്ങനെയല്ല. ഒരു ട്രാൻസാക്ഷൻ, കൊടുക്കൽ വാങ്ങൽ എപ്പോഴും സൈമിൾട്ടേനിയസ് ആയിട്ട് സെൻഡറും അതുപോലെ റിസീവറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, സെൻഡർ റിസീവറും റിസീവർ സെൻഡറുമായി അങ്ങനെ കമ്മ്യൂണിക്കേഷനിലുടനീളം ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു ക്ലാസ് റൂമിനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് ട്രാൻസാക്ഷണൽ ഇൻ നേച്ചർ, അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D. Moving to the next question. From the list given below, identify the learner characteristics which would facilitate teaching learning system to become effective. Choose the correct code to indicate your answer. അപ്പോൾ നിങ്ങൾക്ക് ഇതും വളരെ ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതിന് ഹെൽപ്ഫുൾ ആവുന്ന ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ്: പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ, learner's family lineage, attitude of the learner, learner's stage of development, learner's food habits and hobbies, learner's religious affiliation. അപ്പോൾ ഇതിനകത്ത് ഒരു ടീച്ചിങ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഈസിയാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ആവുന്നുള്ളൂ. നിങ്ങൾ 3 ഓപ്ഷൻസാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, എലിമിനേഷൻ മെത്തേഡിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം: പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ, ലേണേഴ്സ് ഫാമിലി ലീനേജ്, ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദ ലേണർ, ലേണേഴ്സ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, ലേണേഴ്സ് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ഹോബീസ്, ലേണേഴ്സ് റിലീജിയസ് അഫിലിയേഷൻ. ചില ഓപ്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് കളയാം എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. ലേണറിൻ്റെ ഫാമിലി ലീനേജ്, ആ ഫാമിലി ലീനേജും ഒരു ടീച്ചിങ്ങുമായിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് സിസ്റ്റമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, അപ്പോൾ അത് നിങ്ങൾക്ക് കളയാം. പിന്നെ ലേണേഴ്സ് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ഹോബീസ് എലിമിനേറ്റ് ചെയ്യാമല്ലോ. ലേണേഴ്സ് റിലീജിയസ് അഫിലിയേഷൻ, ഈ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ, ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദി ലേണർ, ലേണർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ? എ, സി ആൻഡ് ഡി. എ, സി ആൻഡ് ഡി എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ? ദാറ്റ് ഇസ് ഓപ്ഷൻ എ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെഷനിലെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഹിയർ യു ഹാവ് ദി ക്വസ്റ്റ്യൻ:
Dash claimed that psychology is a definitive knowledge of behavior. Dash claimed that psychology is a definitive knowledge of behavior. And you have the options Roger Berg, Piaget, Skinner and Johnson. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ നമ്മൾ ചില തിയറീസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കോളജി ഒരു ഡെഫിനിറ്റീവ് നോളജ് ഓഫ് ബിഹേവിയർ ആണ് എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ഈ ആൻസർ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ടീച്ചർ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില തിയറീസ് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ബിഹേവിയറിസം റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിന്നറിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ BF സ്കിന്നർ എന്ന് പറയുന്ന ആൾ ഹീസ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയറിസം, ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ആ തിയറിയൊക്കെ പ്രപ്പോസ് ചെയ്ത ആളാണ് ആര്? BF സ്കിന്നർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയറിസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ഐഡിയാസ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ സൈക്കോളജിയെ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ സാധ്യതയുള്ള ആളാരാണ്? ദാറ്റ് ഈസ് ഒബ്വിയസ്ലി സ്കിന്നർ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ജനറൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഓപ്ഷൻ സി, സ്കിന്നർ. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ തന്നെ ഒരു ഡെഫിനേഷനോ കാര്യങ്ങളോ ഒന്നും പഠിച്ചില്ല. പക്ഷെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ടീച്ചിങ് ലേണിംഗ് തിയറീസ് പഠിച്ചപ്പോൾ നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് പഠിച്ചു. അത് പഠിച്ചപ്പോൾ നമ്മൾ സ്കിന്നറിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ബിഹേവിയറിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾക്കറിയാം. അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ തന്നെ നമ്മൾ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് അസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് തോന്നുന്നൊരു ആൻസർ ഏതാ? ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സി. ഈ വീഡിയോയിൽ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും വരാൻ സാധ്യതയുള്ള 50 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഏകദേശം നിങ്ങൾക്ക് ഈ 2 മോഡ്യൂൾസിൻ്റെയും പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. സോ കീപ് പ്രാക്ടീസിങ്. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.